കേരളത്തിലും രാജ്യമൊട്ടാകെ തന്നെയും ഒരു രാഷ്ട്രീയ ചർച്ച ചൂടുപിടിച്ചു വരികയാണ്. അത് മണ്ഡല പുനർനിർണയമെന്ന ഡീലിമിറ്റേഷനെ കുറിച്ചാണ്. നിയമസഭ, ലോക്സഭാ മണ്ഡലങ്ങളുടെ പരിധിയും അതിർത്തിയും പുനർനിർണയിക്കുന്നതാണ് ഡീലിമിറ്റേഷൻ. ഭരണഘടനയുടെ ഡീലിമിറ്റേഷൻ ആക്ട് പ്രകാരം കേന്ദ്ര സർക്കാർ രൂപീകരിക്കുന്ന ഡീലിമിറ്റേഷൻ കമ്മീഷനാണ് ഇതിന്റെ ചുമതല. ഇന്ത്യയിൽ ഇതുവരെ 4 തവണയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ രൂപീകരിച്ചിട്ടുള്ളത്. 1953, 62, 72, 2002 വർഷങ്ങളിൽ. 10 വർഷ ഇടവേളയിൽ രാജ്യത്ത് നടക്കുന്ന സെൻസസിനെ ആസ്പദമാക്കിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ മണ്ഡല പുനർനിർണയം നടത്തുന്നത്. അങ്ങനെ 1951 സെൻസസ് പ്രകാരം 1952 ഇന്ത്യയിലെ ലോക്സഭാ മണ്ഡലങ്ങളുടെ എണ്ണം 494 നിജപ്പെടുത്തി. അന്ന് രാജ്യത്തെ ജനസംഖ്യ 36 കോടിയായിരുന്നു. 1961 സെൻസസ് ആധാരമാക്കി 1963 മണ്ഡലങ്ങൾ 522 അന്നത്തെ ജനസംഖ്യ 43 കോടി. 1971 സെൻസസ് ആധാരമാക്കി 1972 ലോക്സഭാ മണ്ഡലങ്ങൾ ഇന്നത്തെ നിലയിൽ 543 ഉയർത്തി. അന്ന് രാജ്യത്തെ ജനസംഖ്യ 54 കോടിയായിരുന്നത് ഇന്ന് 140 കോടി കവിഞ്ഞെങ്കിലും 72 ശേഷം ഡീലിമിറ്റേഷൻ നടന്നിട്ടില്ല. കുടുംബാസൂത്രണത്തെ തുടർന്ന് വിവിധ സംസ്ഥാനങ്ങളിലുണ്ടായ ജനസംഖ്യയിലെ കുറവ് ലോക്സഭയിലെ രാഷ്ട്രീയ പ്രാതിനിധ്യത്തെ ബാധിക്കേണ്ട എന്ന് കരുതി 1976 പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി ഡീലിമിറ്റേഷൻ 2001 വരെ മരവിപ്പിച്ചു. വീണ്ടും 2001 ഇതേ പ്രശ്നം ഉയർന്നപ്പോൾ വാജ്പേയി സർക്കാർ 20 വർഷത്തേക്ക് കൂടി അത് മരവിപ്പിച്ചു. ഇപ്പോഴാകട്ടെ നടക്കാനിരിക്കുന്ന 2026 സെൻസസ് പ്രകാരം മണ്ഡലങ്ങൾ പുനർനിർണയിക്കാനും ലോക്സഭയിൽ കൂടുതൽ സീറ്റുകൾ കൊണ്ടുവരാനും ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഈ പശ്ചാത്തലത്തിൽ ഡോക്ടർ ജി ഗോപകുമാർ ഡീലിമിറ്റേഷന്റെ പ്രാധാന്യവും ഇന്ത്യയുടെ രാഷ്ട്രീയ ഭാവിയും വിശദമായി വിലയിരുത്തുന്നു. കേരള യൂണിവേഴ്സിറ്റി പൊളിറ്റിക്സ് വിഭാഗം മേധാവിയും കേന്ദ്ര സർവകലാശാല VC-യും ആയിരുന്ന ഗോപകുമാർ ശ്രദ്ധേയ രാഷ്ട്രീയ നിരീക്ഷകനും തിരഞ്ഞെടുപ്പ് വിശകലന വിദഗ്ധനുമാണ്. ജനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ പ്രാതിനിധ്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ജനാധിപത്യമുള്ള രാജ്യങ്ങളിലെല്ലാം മണ്ഡല പുനർനിർണയം ആവശ്യമാണ്. അതൊരു ഫേമസ് കോട്ടാണ്. ഓവർ പോപ്പുലേഷൻ ഈസ് ദ ബിഗസ്റ്റ് പൊല്യൂട്ടർ എന്നാണ്. ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞാൽ ഫെഡറലിസം തന്നെയാണ് അർത്ഥം. ഇന്ത്യയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ആവശ്യമാണ്, അത് വരും. നോർത്ത് ഈസ്റ്റിന് പ്രത്യേക പാക്കേജ് വേണ്ടേ? എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ. 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിലേറെ ആൾക്കാർ 50 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും. 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 5 കൊല്ലത്തിനും വീഴില്ലാന്ന് എന്തുറപ്പുണ്ട്? 1 നേഷൻ 1 ഇലക്ഷൻ എങ്ങനെ വിജയിക്കും? സാർ, ഇന്ത്യ ഒട്ടാകെ ഈ ഡീലിമിറ്റേഷൻ എന്ന മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് ചർച്ച നടക്കുന്നുണ്ട്. അതിൽ ഏറ്റവും ഏറിയ പങ്കും ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ കേന്ദ്രീകരിച്ചാണ്. കഴിഞ്ഞ ആഴ്ച തമിഴ്നാട് മുഖ്യമന്ത്രി സ്റ്റാലിൻ്റെ നേതൃത്വത്തിൽ ഈ ഡീലിമിറ്റേഷനെതിരായിട്ടൊരു യോഗം ചേരുകയൊക്കെയുണ്ടായി. അപ്പോൾ പൊതുജനങ്ങൾക്കിടയിൽ ചർച്ച നടക്കുന്നുണ്ട്. പക്ഷേ എന്താണ് ഡീലിമിറ്റേഷൻ, ആ കൂട്ടത്തിൽ എന്താണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊരു വ്യക്തത ഡോക്ടർ ജി ഗോപകുമാർ പറഞ്ഞാൽ അത് നന്നായിരിക്കും. ജനാധിപത്യത്തിൽ പ്രാതിനിധ്യം അഥവാ റെപ്രസെൻറ്റേഷൻ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇപ്പോൾ ലോകസഭയിൽ 543 അംഗങ്ങളുണ്ട്, രാജ്യസഭയിൽ 240 അംഗങ്ങളുണ്ട്. അതിൽ 238 പേർ തിരഞ്ഞെടുക്കപ്പെട്ടതും 12 പേർ രാഷ്ട്രപതി നോമിനേറ്റ് ചെയ്യുന്ന ഒരാൾക്കാരാണ്. നിയമസഭയിൽ, കേരള നിയമസഭയിൽ 140 പേരുണ്ട്. ഇവരെ നിയോജകമണ്ഡലങ്ങളിൽ നിന്നാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഈ നിയോജകമണ്ഡലങ്ങളുടെ അതിനകത്ത് വസിക്കുന്ന ജനങ്ങളുടെ എണ്ണവും ആ പ്രദേശത്തിൻ്റെ പ്രത്യേകതകളും ഇത് രണ്ടും കൂടി ചേരുമ്പോഴാണ് ലിമിറ്റേഷൻ്റെയും ഡീലിമിറ്റേഷൻ്റെയും പ്രാധാന്യം വരുന്നത്. കാരണം ഒരു ഭൂപ്രദേശത്ത് വളരെ പെട്ടെന്ന് ആൾക്കാർ കൂടുതൽ വന്ന് താമസിച്ചു എന്നിരിക്കട്ടെ, ജനങ്ങളുടെ എണ്ണം കൂടുമ്പോൾ പ്രാതിനിധ്യത്തിൽ പ്രശ്നങ്ങളുണ്ടാകും. ഇപ്പോൾ ഡൽഹി പോലുള്ള ഒരു സംസ്ഥാനത്ത് യൂണിയൻ ടെറിട്ടറിയാണ്, യൂണിയൻ ക്യാപിറ്റൽ ഇതാണ് ക്യാപിറ്റൽ ടെറിട്ടറിയാണ്. 4 കോടി ജനങ്ങളാണ് ഡൽഹിയിലുള്ളത്. അപ്പോൾ ഈ ജനങ്ങൾ കൂടുതൽ വരുന്നു. അതുപോലെ മുംബൈ, അങ്ങനെ ജനവാസം കൂടുന്നു, ഇല്ലെങ്കിൽ മറ്റൊരിടത്ത് ജനവാസം കുറയുന്നു. ഇതനുസരിച്ച് ഭൂപ്രകൃതിയും ജനസംഖ്യയും കൂടിച്ചേർന്ന ഘടകങ്ങളാണ് മണ്ഡല പുനർനിർണയത്തിൽ പ്രാധാന്യം വരുന്നത്. ഇത് ലോകമെമ്പാടുമുള്ള ഒരു കാര്യമാണ്. വിദേശ രാജ്യങ്ങളിലൊക്കെ ആൾക്കാർ തൊഴിലവസരം കിട്ടുന്ന സ്ഥലത്തേക്ക് കുടിയേറും. അവിടെ പൊതുഭാഷ ഉള്ളത് കൊണ്ട് അവർക്ക് മൈഗ്രേറ്റ് ചെയ്യാൻ വിഷമമില്ല. ചില മേഖലകളിൽ ആൾക്കാർ തീരെ ഇല്ലാതാകും, ചില മേഖലയിൽ ആൾക്കാർ കൂടുതൽ വരും. അപ്പോൾ അതുകൊണ്ട് ആഗോളതലത്തിൽ തന്നെ ജനാധിപത്യമുള്ള രാജ്യങ്ങളിലെല്ലാം
മണ്ഡല പുനർനിർണയം ആവശ്യമാണ്. ഇത് നടത്തിക്കൊണ്ടേയിരിക്കും. എന്നാൽ ഈ മണ്ഡല പുനർനിർണയം അഥവാ ഡീലിമിറ്റേഷൻ രാഷ്ട്രീയപരമായ കാര്യങ്ങൾക്ക് വേണ്ടി വളച്ചൊടിച്ച് അത് നാരോ ആക്കി ഇടുങ്ങിയ ചിന്താഗതിയിൽ കൂടി ഒരു പ്രത്യേക പാർട്ടിക്ക് അനുകൂലമായൊരു സാഹചര്യം സൃഷ്ടിക്കുന്ന ഒരു പ്രതിഭാസമുണ്ടായാൽ അത് വാസ്തവത്തിൽ ജനാധിപത്യ വിരുദ്ധമാണ്. അപ്പോൾ അങ്ങനെ വെട്ടിച്ചുരുക്കി ജനാധിപത്യ മണ്ഡലങ്ങളെ മാറ്റിയെടുത്ത് രാഷ്ട്രീയ പാർട്ടികൾക്ക് അനുകൂലമാക്കുന്ന സാഹചര്യം ചില രാജ്യങ്ങളിലൊക്കെ ഉണ്ട്. അങ്ങനെ ചെയ്യുന്നതിനെതിരെ ആക്ഷേപമുണ്ടായിട്ടുണ്ട്. അമേരിക്കയിൽ മസാച്യുസെറ്റ്സ് എന്ന് പറയുന്നൊരു സംസ്ഥാനത്തിൽ 1812 ഇതുമായി ബന്ധപ്പെട്ട് വലിയൊരു വിവാദമുണ്ടായത്. അന്ന് ഈ മണ്ഡല പുനർനിർണയത്തെ ആക്ഷേപിച്ച് വന്ന ഒരു പദമാണ് ജെറിമാൻഡറിങ്. GERRYMANDERING. ജെറിമാൻഡറിങ് എന്ന് പറഞ്ഞാൽ ഒരു നിയോജകമണ്ഡലത്തെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് അനുകൂലമായി വെട്ടിമുറിക്കുകയും ചില ഭാഗങ്ങൾ കൂട്ടിച്ചേർക്കുകയും ചെയ്യുന്ന പ്രക്രിയയാണ്. അപ്പോൾ ഈ ജെറിമാൻഡറിങ് സാധാരണ എല്ലാ രാജ്യങ്ങളിലും ഒരർത്ഥത്തിൽ മറ്റൊരർത്ഥത്തിൽ നടക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്കറിയാം, കഴിഞ്ഞ അസംബ്ലി ഇവിടെ ഡീലിമിറ്റേഷൻ വന്നപ്പോൾ കേരളത്തിൽ മലപ്പുറത്ത് മണ്ഡലങ്ങൾ കൂടുകയും മറ്റു ചിലയിടത്ത് കുറയുകയും ചെയ്ത് ജനസംഖ്യാടിസ്ഥാനത്തിലാണെങ്കിലും അന്നും അത് ആക്ഷേപത്തിന് കാരണമാക്കി എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ദേശീയപരമായൊരു കാര്യമാണ്. കാരണം ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റാത്ത ഒരു പ്രക്രിയയാണ്. ഭരണഘടനാപരമായി നമ്മൾ ചെയ്യേണ്ട പ്രക്രിയയാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില അമെൻമെൻറ്റ്സൊക്കെ ഭരണഘടനയിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ 7ാമത്തെ ഭരണഘടനാ ഭേദഗതി വെച്ചാണ് ആദ്യം വന്നത്. അതായത് ഒരു 10 ലക്ഷത്തിൽ കൂടുതൽ ആകാമെന്നുള്ള ഒരു റെക്കമെൻഡേഷൻ അനുവദിക്കുന്ന ഒരു ഭേദഗതിയാണ് ആദ്യം വന്നത്. അല്ല, അത് തന്നെയാണ് സംശയം. ഒരു മണ്ഡലം ഉണ്ടാകണമെങ്കിൽ എത്ര ജനസംഖ്യ ഉണ്ടാകണോ, അല്ലെ എത്ര വോട്ടർമാരുണ്ടാകണമെന്നൊരു കണക്കുണ്ടോ? അല്ല, ആ കണക്ക് പറ്റാത്തത് കൊണ്ടാണ് ഈ 7ാമത്തെ ഭേദഗതിയിൽ കൂടി 10 ലക്ഷത്തിന് മുകളിലും ആകാം എന്ന് പറഞ്ഞ് നിർത്തിയത്. പക്ഷേ ഈ 10 ലക്ഷത്തിന് മുകളിൽ ആകാമെന്ന് പറഞ്ഞ് ഇപ്പോഴെവിടെ വന്നിരിക്കുന്നു? ലക്ഷദ്വീപ് എന്നുള്ള ചെറിയ മണ്ഡലത്തിൽ 68,000 വോട്ടേഴ്സേ ഉള്ളൂ. പക്ഷെ അവർക്കൊരു ലോക്സഭാ മണ്ഡലം വേണ്ടേ? കാരണം അവരുടെ ഭൂപ്രദേശത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അവരുടെ കാര്യങ്ങൾ പറയാൻ കൽക്കട്ടയിലെ മറ്റൊരു മേഖലയിൽ MP കൊടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് തീർച്ചയായിട്ടും ആ ഒരു ലോക്സഭാ മണ്ഡലം എന്നുള്ളത് ലക്ഷദ്വീപിൽ നിൽക്കുമ്പോൾ 68,000 പേരേ ഉള്ളൂ. എന്നാൽ തെലങ്കാനയിലെ മൽക്കാഗിരി എന്ന് പറയുന്ന മണ്ഡലത്തിൽ 32 ലക്ഷം വോട്ടേഴ്സുണ്ട്. അപ്പോൾ ഈ ഡൈവർജൻസ്, ഈ വലിയ വേർതിരിവ് ജനാധിപത്യ പ്രക്രിയയിലൊരു പ്രശ്നമാണ്. 82ാം ഭേദഗതിയിൽ കൂടിയാണ് ഏറ്റവും ഒടുവിൽ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ ഒരു നിർബന്ധിത തീരുമാനം വന്നത്. അല്ല, അവിടെ ഒരു സംശയമുള്ളത്, ഈ ഡീലിമിറ്റേഷനുള്ള തീരുമാനം എടുക്കുന്നത് ആരാണ്? കേന്ദ്ര സർക്കാരാണോ, ഇലക്ഷൻ കമ്മീഷനാണോ? ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്നൊരു കാര്യം കേട്ടത്, അത് ആര് രൂപീകരിക്കുന്നു? എങ്ങനെയാണ് അതിൻ്റെ ഘടന? ഗവൺമെൻറ് ഓഫ് ഇന്ത്യ, രാഷ്ട്രപതിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷനെ നിയമിക്കുന്നത്. ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഒരു ചെയർമാൻ ഉണ്ടാകും. അതിന് പുറമെ 2 അംഗങ്ങൾ കൂടിയുണ്ട്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ രാജ്യത്തിൻ്റെ. പിന്നെ ഏത് സംസ്ഥാനത്തിലാണോ നടക്കുന്നത് ആ നാട്ടിലെ, ആ സ്റ്റേറ്റിലെ ഇലക്ഷൻ കമ്മീഷണർ. ഈ 3 പേരടങ്ങുന്ന സമിതിയാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. പക്ഷേ സുപ്രീം കോടതി തന്നെ അംഗീകരിച്ചിട്ടുള്ളൊരു കാര്യം, ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതിൻ്റെ പ്രവർത്തനം ആരംഭിച്ച് പൂർത്തിയാക്കി അത് റെക്കമെൻഡേഷൻ നൽകിക്കഴിഞ്ഞാൽ അത് ഭരണഘടനാ ഭാഗമാകുകയാണ്. അതിനെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ പാടില്ല, അത് ഫൈനലാണ്. നമ്മുടെ ചരിത്രത്തിൽ 4 തവണ ഡീലിമിറ്റേഷൻ നടന്നിട്ടുണ്ട്. 1952, 1972, 1963, ഏറ്റവും ഒടുവിൽ 2002. അപ്പം 4 ഡീലിമിറ്റേഷൻ കമ്മീഷനും വന്നു. 3 അംഗ സമിതിയാണ്. ജനസംഖ്യ കൂടുന്നതനുസരിച്ച്, നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുമ്പോഴുള്ള ജനസംഖ്യ അല്ലല്ലോ ഇപ്പോഴുള്ളത്. കഷ്ടിച്ച് അന്ന് 40 കോടി ജനസംഖ്യയ്ക്ക് താഴെ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാജ്യമായി 144 കോടി ജനങ്ങളായി. ഏപ്രിൽ 2023 ചൈനയ്ക്ക് മുകളിൽ നമ്മളെത്തി ജനസംഖ്യ. അപ്പോൾ ഈ ജനസംഖ്യ വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നിയോജകമണ്ഡലങ്ങളുടെ എണ്ണം പഴയതുപോലെ നിലനിർത്താൻ പറ്റില്ല. 32 ലക്ഷം പേരാണോ ഒരു ലോക്സഭ MPയെ റെപ്രസെൻ്റ് ചെയ്യേണ്ടത്? 32 ലക്ഷം പേരുടെ കാര്യങ്ങൾ അയാൾ എങ്ങനെ നോക്കും? ജനങ്ങൾക്ക് അയാൾ എങ്ങനെ അപ്രോച്ച് ചെയ്യാൻ പറ്റും? അപ്പോൾ തീർച്ചയായിട്ടും മണ്ഡലങ്ങളുടെ പുനർനിർണ്ണയം വന്നേ പറ്റും. ഈ പുനർനിർണ്ണയത്തിനകത്ത് 2 തരത്തിലുള്ള രാഷ്ട്രീയം കുറഞ്ഞത് ഇതിനകത്തുണ്ട്. ഒന്ന്, ഇത് വെട്ടിമാറ്റുമ്പോൾ, കൂട്ടിച്ചേർക്കുമ്പോൾ അത് ഏത് മേഖലയ്ക്ക് ഗുണം ചെയ്യും, മറ്റേത് മേഖലയ്ക്ക് ഗുണം കുറയുമെന്നുള്ളത്. മറ്റൊരു പ്രത്യേകത, ഏതൊക്കെ സംസ്ഥാനങ്ങളിലാണ് ഇത് കൂടുതൽ വരാൻ സാധ്യതയുള്ളത്,
പ്രത്യേക ജനസംഖ്യ വളർന്നൊരു സാഹചര്യത്തിൽ. അതുകൊണ്ട് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ദോഷമുണ്ടാകുമോ? ഇത് രണ്ടാമത്തതാണ് ഏറ്റവും പ്രധാനം. കാരണം അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഈ 4 ഡീലിമിറ്റേഷൻ നടന്നല്ലോ, 52, 62, അതെ 73, 2002. അത് 2002. ഈ ഇതൊക്കെ ഈ സെൻസസിനെ ആസ്പദമാക്കിയാണല്ലോ എല്ലാ ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരുന്നത്, മണ്ഡല പുനർനിർണ്ണയം നടക്കുന്നത്. അപ്പോൾ 51 സെൻസസിനെ ആസ്പദമാക്കി 52 നടന്നു. ഈ 52 എത്ര മണ്ഡലങ്ങളാണ് അന്ന് നിശ്ചയിച്ചിരുന്നത്? എങ്ങനെയായിരുന്നു അതിന്റെ കണക്ക്? തുടക്കത്തിൽ 525 അംഗങ്ങളായിരുന്നു ഇന്ത്യ ലോക്സഭയിലേക്ക്. അന്ന് കേരളത്തിലെ അസംബ്ലി 126 ആയിരുന്നു. കേരളം വന്നത് 57-ലാണ്, 56 അവസാനമാണ്, നവംബറിലാണ്. പക്ഷെ അസംബ്ലി കൂടിയപ്പോൾ 126 പിന്നീട് അത് 133 77 ശേഷം 140 ഇപ്പൊ 140 അങ്ങ് നിൽക്കുകയാണ്. ലോക്സഭയിൽ അങ്ങനെ 543 വരുന്ന എപ്പോഴാണ്? ഓരോ ഘട്ടത്തിലാണ്. ഏറ്റവും ഒടുവിൽ ഇതിന്റെ നമ്പർ ഒന്ന് ഫിക്സ് ചെയ്യുന്നത് 72 ഡീലിമിറ്റേഷനിൽ 77 അത് പ്രാവർത്തികമായത്. 72 ചെന്നെങ്കിലും 1977 അപ്പോഴാണ് കേരളത്തിൽ 140 ആകുന്നത്, 133. ലോക്സഭയുടെ 545 ആയിരുന്നു. അതിൽ 2 അംഗങ്ങൾ നോമിനേറ്റ് ചെയ്യപ്പെട്ടവരാണ്, അതിപ്പോൾ എടുത്ത് കളഞ്ഞു. അതുകൊണ്ട് 543. അപ്പോൾ അതാണ് ഏറ്റവും ഒടുവിൽ വന്നത്. ഫലത്തിൽ 50 വർഷമായിട്ട് ഒരേ നമ്പറാണ്. എന്തുകൊണ്ട് ഇത് ഡീലിമിറ്റേഷൻ 4ാമത്തെ, അതായത് 71 സെൻസസിന് ശേഷം 2002 ആ സെൻസസ് ഇന്ദിരാഗാന്ധിയുടെ കാലയളവിൽ ഡീലിമിറ്റേഷൻ നിർത്തിവെക്കാൻ നിർബന്ധിതമായി? ഇത് പ്രധാനമായിട്ടും ജനസംഖ്യ സ്ഫോടാത്മകമായി വളർന്നു വരുന്നു. ഇത്തരം സാഹചര്യത്തിൽ ജനസംഖ്യ കൂടുതലുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ അംഗങ്ങൾ കിട്ടുന്നത് ജനസംഖ്യാ നയത്തിന് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ മണ്ഡല പുനർനിർണ്ണയം നടത്തി ജനസംഖ്യ കൂട്ടുന്ന സംസ്ഥാനങ്ങൾക്ക് പാരിതോഷികം കൊടുക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് ഇപ്പോഴത്തേക്ക് ഡീലിമിറ്റേഷൻ അവിടെ തന്നെ നിർത്തിവെച്ചത്. 40 കൊല്ലത്തേക്ക് ബലത്തിൽ 50ആയി. കാരണം അതിന് ഈ 543 വരുന്നത് 77 ഇലക്ഷൻ തൊട്ട് നോക്കിയാട്ടെ. അപ്പോൾ 77 കഴിഞ്ഞപ്പോൾ 2025 ആയില്ലേ? ബലത്തിൽ 49 കൊല്ലമായി. അപ്പോൾ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്ത് വരുമ്പോൾ 2031 ആവും. അപ്പോൾ 56 വർഷമാവും ബലത്തിൽ. അപ്പോൾ ജനസംഖ്യ കൂട്ടുന്ന സംസ്ഥാനങ്ങൾക്ക് പാരിതോഷികമല്ല കൊടുക്കേണ്ടത്. അവർക്ക് അങ്ങനെ തെറ്റിദ്ധരിച്ച് വീണ്ടും ജനസംഖ്യ വർദ്ധിച്ചാൽ രാജ്യമില്ലെങ്കിലും പോപ്പുലേഷൻ്റെ കാര്യത്തിൽ ഒരുപാട് സഫർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഇന്ദിരാഗാന്ധി തന്നെ ഒരിക്കൽ ഒരു പ്രസ്താവനയിൽ പറഞ്ഞത്, അതൊരു ഫേമസ് കോട്ടാണ്, ഓവർ പോപ്പുലേഷൻ ഈസ് ദ ബിഗസ്റ്റ് പൊല്യൂട്ടർ എന്നാണ്. ഈ എൻവയോൺമെൻറ്റിനെ ഏറ്റവും കൂടുതൽ ശല്യം ചെയ്യുന്നത് ഓവർ പോപ്പുലേഷനാണെന്ന് ഇന്ദിരാഗാന്ധി പറഞ്ഞത് ഈ അവസരത്തിൽ ഞാൻ സ്മരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അന്ന് അത് നിർത്തിവെച്ചു. ആ നിർത്തിവെച്ചതിന് ശേഷം ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അല്ല, നിർത്തിവെച്ചു എന്ന് പറഞ്ഞാൽ അത് 2001 വരെയുള്ള 40 വർഷക്കാലത്തേക്ക് മരവിപ്പിക്കുകയാണ് ചെയ്തത്. കറക്റ്റ്. പക്ഷേ അതിനുശേഷം വാജ്പേയി സർക്കാർ വന്നപ്പോൾ വീണ്ടും 20 കൊല്ലത്തെ കൂടി 82ാം ഭേദഗതി 82nd അമെൻമെൻറ്റിലാണ് അത്. അപ്പോൾ ഈ 2 ഘട്ടങ്ങളിലും ജനസംഖ്യയുടെ വർധനവിനെ മാനിച്ചുകൊണ്ട് 2 സർക്കാരുകൾ ഈ മണ്ഡല പുനർനിർണ്ണയം മരവിപ്പിക്കുകയാണ്. തീർച്ചയായും ഇപ്പോഴും അതേ ആവശ്യം തന്നെയാണ് മറ്റ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നിന്ന്. അതിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ആ ഒരു വല്ലാത്തൊരു വിഷയമാണ്. കാരണം ഒരു വശത്ത് പ്രാതിനിധ്യ സ്വഭാവത്തിൻ്റെ അർത്ഥം സമ്പുഷ്ടമാകണമെങ്കിൽ ജനസംഖ്യയുടെ ഒരു തരത്തിലുള്ളൊരു ഹാർമണിയും ഒരു ഇക്വിലിബ്രിയവും വേണം. അതുകൊണ്ടാണ് ഫോർ എക്സാമ്പിൾ ഒരു 10 ലക്ഷം അല്ലെങ്കിൽ 12 ലക്ഷം വോട്ടർമാർക്ക് ഒരു MP, അബ്സല്യൂട്ട് ഇക്വാളിറ്റി പറ്റത്തില്ല, എന്നാലും ഒരു ബാലൻസ് വേണം. അങ്ങനെയൊന്നും പുനർനിർണ്ണയം ചെയ്യാതിരുന്നാൽ ഈ ഒരു തുലനമില്ലാതാവും, സമതുലനമില്ലാതാകും. അത് കാരണം മൽക്കാഗിരി പോലെയും 60 ലക്ഷദ്വീപ് പോലെ എക്സ്ട്രീംസിലുള്ള മണ്ഡലങ്ങൾ വരും. അത് വരാൻ പാടില്ല. അതുകൊണ്ട് കൂടുതൽ പ്രാതിനിധ്യം വേണമെന്നുള്ള ആഗ്രഹവും ആവശ്യവും മാത്രവുമല്ല, ഈ 82ാമത്തെ ഭേദഗതി ഇനി ഭേദഗതി ചെയ്യാൻ പറ്റുകയൊക്കെ ചെയ്യും. പക്ഷേ അതിനുവേണ്ടി ഒരു അമെൻമെൻറ്റിന് പോകണോ അതോ ഓരോ അതിൽ പറയുന്നത് സെൻസസ് കഴിയുമ്പോൾ നടത്തിയേ പറ്റൂ എന്നാണ്. എന്തായാലും 2021 സെൻസസ് നടന്നില്ല. അതാണ് 26 നടത്താൻ പോകുന്നത്. അതിൻ്റെ ഡേറ്റ വരുമ്പോൾ 2031 തിരഞ്ഞെടുപ്പ് ഉറപ്പായിട്ട് വരും. അന്നത്തേക്ക് ഇത് പ്രാവർത്തികമാക്കിയേ പറ്റൂ. അതുകൊണ്ട് മണ്ഡല പുനർനിർണ്ണയം നമുക്ക് തടുക്കാൻ പറ്റില്ല. അത് ഭരണഘടനാപരമായൊരു ഉത്തരവാദിത്തമാണ്. അതേസമയം ഇത് ആക്ഷേപത്തിന് വകയില്ലാതെ കഴിയുന്നത്ര ഒരു ബാലൻസ് ചെയ്യണം. കാരണം ഇവിടെയാണ് ആ ചർച്ച അക്കാദമികപരമായി കൂടുതൽ പ്രാധാന്യം വരുന്നത്. നമ്മളൊരു ഫെഡറൽ സമ്പ്രദായമാണ്. ഫെഡറൽ സ്വാധീനം ഒരുപാടുള്ളൊരു ഭരണഘടനയാണെന്ന് താങ്കൾക്കും അറിയാം. ഭരണഘടന വരുന്ന സമയത്തുണ്ടായിരുന്ന പശ്ചാത്തലത്തിൽ ഒരുവിധം കേന്ദ്ര ഗവൺമെൻറ്റിന് അധികാരങ്ങൾ കൂടി, എന്നാൽ സംസ്ഥാനങ്ങൾ ഭരണഘടനയുടെ ഭാഗമാണ്. പുറമേ യൂണിയൻ ടെറിട്ടറിയും ഒരു നല്ലൊരു ഭരണഘടനയും നമ്മൾ തയ്യാറാക്കി. ഈ ഒരു ബാലൻസിനകത്ത് സെൻട്രൽ ഗവൺമെൻറ്റിന് അധികാരം കൂടുതലുണ്ട്, യൂണിയൻ ഗവൺമെൻറ്റിന് അധികാരം കൂടുതലുണ്ട് എങ്കിൽ പോലും സംസ്ഥാനങ്ങളും ഭരണഘടന സൃഷ്ടിച്ചവയാണ്. ആർട്ടിക്കിൾ 1 പറയുന്നത് ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്
എന്ന് പറഞ്ഞാൽ ഫെഡറലിസം തന്നെയാണ് അർത്ഥം. ഇത്രയും വലിയ ഡൈവർജൻസും ഡൈവേഴ്സിറ്റിയുമുള്ള രാജ്യത്തിന് ഫെഡറൽ സമ്പ്രദായമല്ലാതെ മറ്റൊരു മാർഗമില്ല. ആ ഫെഡറലിസത്തിനകത്ത് ഏറ്റക്കുറച്ചിലുകൾ കൊണ്ട് ഒരു കോപ്പറേറ്റീവ് ഫെഡറലിസമാണ് നമുക്ക് നല്ലത് ഐഡിയലി. പക്ഷേ നമ്മുടെ രാജ്യത്തിൻ്റെ പ്രത്യേകത എന്താണ്? സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ബാലൻസുമില്ല. അതാണ് സൗത്ത് ഇന്ത്യൻ സ്റ്റേറ്റ്സ് പറയുന്നൊരു പരാതി. ഞങ്ങൾ 5 സ്റ്റേറ്റുകളും കൂടി ഇന്ത്യയുടെ 35% GDP നൽകുന്നു. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വലിയ സംസ്ഥാനങ്ങൾ എത്ര നൽകുന്നു, ചെറിയ സംസ്ഥാനങ്ങൾ എത്ര നൽകുന്നു? ഈ ചോദ്യം നമ്മുടെ മുമ്പിൽ വരുന്നുണ്ട്. ഒന്ന്, പിന്നെ ഓരോ സംസ്ഥാനത്തിൻ്റെ ആവശ്യങ്ങൾ പ്രത്യേകതകളുണ്ട്. ഒരിക്കലും നമുക്ക് ഇക്വാളിറ്റി പറ്റില്ല. ഇതിനാണ് പഴയ കാലത്ത് പ്ലാനിംഗ് കമ്മീഷൻ വന്നത്. പ്ലാനിംഗ് കമ്മീഷൻ മാറി ഇപ്പോൾ നീതി ആയോഗ് അല്ലേ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ എന്നുള്ള കൺസെപ്റ്റിലാണ് നീതി ആയോഗ് വന്നത്. ഈ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തപ്പോൾ അത് കൂടുതലും ഒരു റിസർച്ചും അഡ്വൈസറി ബോഡിയായിട്ട് മാറുകയാണ്. പക്ഷേ നല്ല രീതിയിൽ മൈക്രോ തലത്തിൽ ഗവേഷണം നടത്തി ഓരോ പ്രദേശത്തിന് ആവശ്യമുള്ള പ്രത്യേകതകൾ നൽകുക. അപ്പോൾ ഉദാഹരണമായി സമീപകാലത്ത് ഇന്ത്യയിലെ 118 ഏറ്റവും ബാക്ക്വേർഡായിട്ട് നിൽക്കുന്ന ജില്ലകളെ പരിഗണിക്കാനായി ഒരു പുതിയ പ്രോജക്റ്റ് കൊണ്ടുവന്നു. ആ 118 ജില്ലകൾ ആസ്പിറേഷണൽ ഡിസ്ട്രിക്ട്സ് എന്നാണ് പറയുന്നത്. ഇന്ത്യയിലെ ഏറ്റവും ബാക്ക്വേർഡ് ഡിസ്ട്രിക്റ്റാണ്. വിദ്യാഭ്യാസം, അടിസ്ഥാന സൗകര്യം, ആരോഗ്യം, സാക്ഷരത എന്ന് തുടങ്ങി എല്ലാ കാര്യത്തിലും പിന്നോക്കാവസ്ഥ. അവർക്കൊരു പ്രത്യേക പാക്കേജ് കൊടുക്കുക. അപ്പോൾ ഇത്തരത്തിലുള്ള യുണീക്കായിട്ടുള്ള റെക്കമെൻഡേഷൻ നടത്താൻ നീതി ആയോഗിന് കഴിയും. അതനുസരിച്ച് നമ്മുടെ ബാക്ക്വേർഡ്നെസ്സിനെ അഡ്രസ്സ് ചെയ്തേ പറ്റൂ. നമ്മൾ ഇന്ത്യ ഉണ്ടായപ്പോൾ പല സംസ്ഥാനങ്ങളും പല രൂപത്തിലായിരുന്നു. ഓർക്കുന്നുണ്ടാവും, 14 സംസ്ഥാനങ്ങളായിട്ടാണ് തുടങ്ങിയത്. നമ്മൾ ഒരു സമയത്ത് 29-ലെത്തി, ഇപ്പോൾ 28ആയി. നാളെ കാശ്മീരിന് സ്റ്റേറ്റിൻ്റെ സ്റ്റാറ്റസ് കിട്ടും, അപ്പോഴത് 29 ആകും. പക്ഷേ ഞാനിപ്പോഴും പറയും, പഴയകാലത്തും പറഞ്ഞിട്ട് ഇന്ത്യയിൽ കൂടുതൽ സംസ്ഥാനങ്ങൾ ആവശ്യമാണ്, അത് വരും. ഇനിയും ഒരു 2-3 സ്റ്റേറ്റുകൾ കൂടി അടുത്ത 10 വർഷത്തിനിടയ്ക്ക് വരും. അങ്ങനെ ഒരു 30-32 അടുത്ത് വന്ന് നമ്മൾ സെറ്റിൽ ചെയ്യും. ഓക്കെ. പക്ഷേ എന്നാലും ഈ വന്ന സംസ്ഥാനങ്ങൾ തമ്മിൽ ഒരു ബാലൻസ് വേണം. ഉദാഹരണമായിട്ട് അവിഭക്ത ഉത്തർപ്രദേശ് എന്ന് പറയുന്നത് യൂറോപ്പിന്റെ ജനസംഖ്യയാണ്. അതെ, ഇപ്പോഴും ഉണ്ട്. നിലവിലുള്ള യൂറോപ്പിൽ തന്നെ അല്ലെ, UP-യിൽ തന്നെ 20 കോടിയിലധികം ജനസംഖ്യകളുണ്ട്. അതെ, ഉത്തരാഖണ്ഡ് മാറുന്നതിന് മുമ്പ് അതിന് കൂടുതലാണ്. അതെ, UP-യെ തന്നെ 3ആയി ഡിവൈഡ് ചെയ്തു. ഇനിയും ഡിവൈഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. പശ്ചിമ ബംഗാളിൽ ഇനിയും സ്റ്റേറ്റ് വരാൻ സാധ്യതയുണ്ട്. മഹാരാഷ്ട്രയിൽ സ്റ്റേറ്റ് വരാൻ സാധ്യതയാണ്. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഈ മണ്ഡല പുനർനിർണ്ണയമായി നോക്കുമ്പോൾ ഒരു ഫെഡറൽ രാജ്യം എന്നുള്ള നിലയിൽ നമ്മൾ പരിഗണിക്കേണ്ടത്. ചില ഭാഗങ്ങൾ വലുതും ശക്തവും, ചില ഭാഗങ്ങൾ ദുർബലവും. അതൊരിക്കലും ശരിയാവില്ല. കാരണം രാജ്യത്തിനകത്ത് രാഷ്ട്രീയവും മറ്റു ചില പ്രശ്നങ്ങളുമൊക്കെ മൂർച്ഛിക്കുന്നത് ഈ അണ്ടർ ഡെവലപ്മെൻറ്റ് കൂടി വരികയും ചില മേഖലകൾ ഡെവലപ്ഡ് ആവുകയും ചെയ്യും. അങ്ങനെ സംഭവിക്കരുത്. മണ്ഡല പുനർനിർണ്ണയം അഥവാ ഡീലിമിറ്റേഷൻ അതിനൊരു കാരണമാക്കരുത്. അല്ല, ഇവിടെ പൊതുവെ തെക്കേ ഇന്ത്യയിൽ നിന്നുള്ള ആക്ഷേപം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് 129 സീറ്റാണ് 5 സംസ്ഥാനങ്ങളിലായിട്ടുള്ളത്. അതേസമയം അത് ഈ നിലവിലുള്ള 543 മണ്ഡല അടിസ്ഥാനത്തിൽ പുനർനിർണ്ണയം നടത്തുകയാണെങ്കിൽ 9ഓളം സീറ്റുകൾ കുറയുകയും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ UP-ക്കൊക്കെ സീറ്റ് 10-12 കൂടുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആനുപാതിക പ്രാതിനിധ്യം വീണ്ടും കുറയുകയും ഞങ്ങൾ ഞെരുങ്ങുന്നു എന്നുള്ള അവസ്ഥ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അതിനുള്ള ശിക്ഷയ്ക്ക് അടിസ്ഥാന കാരണം എന്ന് പറഞ്ഞാൽ ജനസംഖ്യാ നിയന്ത്രണം ഫലപ്രദമായി നടപ്പിലാക്കി. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങൾ നടപ്പിലാക്കിയില്ല. അപ്പോൾ അവർക്ക് ആനുകൂല്യം കൈവരുന്നു. അപ്പോൾ ജനസംഖ്യ ആനുപാതികമായി കുടുംബാസൂത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങൾക്ക് ശിക്ഷ കിട്ടുന്നു എന്നാണ് അവരുടെ ആക്ഷേപം. ഈ ആക്ഷേപത്തിന് വലിയ പ്രസക്തിയുണ്ട്. പക്ഷേ അതുകൊണ്ട് നമുക്ക് മണ്ഡല പുനർനിർണ്ണയം നീക്കി വയ്ക്കാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ. പക്ഷേ ഈ ആക്ഷേപത്തിന് ഒരു റിലവൻസ് ഉള്ളത് നന്നായിട്ടൊരു ദേശീയ നയം. കാരണം ദേശീയത എന്ന് പറയുമ്പോൾ ദേശീയ നയത്തിൻ്റെയും പ്രാധാന്യമുണ്ട്. അപ്പോൾ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ മാന്യമായിട്ടത് ചെയ്തു. അതിൻ്റെ ഫലമായി സംസ്ഥാനങ്ങളിൽ ജനസംഖ്യാ വർധനവ് കുറഞ്ഞു. ഇതിന് ഈ പ്രശ്നത്തിലേക്ക് വരാം. താങ്കൾ പറഞ്ഞതുപോലെ ഏറ്റവും കൂടുതൽ മണ്ഡല പുനർനിർണ്ണയം കഴിയുമ്പോഴും ഇപ്പോഴും ഏറ്റവും കൂടുതൽ സീറ്റുകളുള്ളത് ഉത്തർപ്രദേശിനാണ്. ചിലർ പറയുന്നത് മണ്ഡല പുനർനിർണ്ണയം കഴിയുമ്പോൾ ഉത്തർപ്രദേശിന് മാത്രം 80 എന്നുള്ളത് 125 ആകും. ഒരു പക്ഷേ കേരളത്തിൻ്റെ 20 താഴോട്ട് പോകാതെ പിടിച്ച് നിർത്താമായിരിക്കാം. 8 സീറ്റ് കുറയുന്നും പറയുന്നതാണ്. അങ്ങനെ കൂടിയാലും കുറഞ്ഞാലും കൂടിയ നിലവിലുള്ളതായാലും UP പോലുള്ള സംസ്ഥാനങ്ങൾ കൂട്ടുമ്പോൾ ഇത് കൊണ്ടുവരുന്ന ഒരു ഇൽബാലൻസ് ഫെഡറലിസത്തിന് ദൂഷ്യം ചെയ്യും. അത് മാത്രമല്ല, നമ്മുടെ ജനാധിപത്യത്തിൻ്റെ പ്രിൻസിപ്പിൾ എന്താണ്? 1 man 1 vote 1 value. ഒരാൾക്ക് ഒരോട്ട് ഒരു മൂല്യം, തുല്യമൂല്യം. പക്ഷേ ഇവിടെ എന്താണ്? ഏറ്റവും കൂടുതൽ വോട്ടുള്ള സംസ്ഥാനങ്ങൾ കൂടുതൽ ആനുകൂല്യങ്ങൾ, ഈ ആനുകൂല്യങ്ങൾ എന്ന് പറഞ്ഞാൽ ഫണ്ട് അലോട്ട്മെൻറ്റ്,
വിഭവം ശേഖരിക്കുകയും അത് ഷെയർ ചെയ്യുകയും ചെയ്യുന്നു. പിന്നെ ഗ്രാൻറ്റുകൾ കൊടുക്കുന്നു. പിന്നെ അധികാര വിഭജനം, ഡെവല്യൂഷൻ, ഇത്തരം കാര്യങ്ങൾ ഫെഡറലിസത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഇത് എങ്ങനെ കൊടുക്കും, ഏത് തരത്തിൽ കൊടുക്കും? ഞാനിത് പഴയ കാലത്ത് ക്ലാസ്സുകളിൽ ഈ ഫെഡറലിസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ ഈ ഇഷ്യൂ വരാറുണ്ട്. അന്ന് ഞാൻ തമാശയ്ക്ക് പറയും, നമ്മുടെ പഴയ ജന്മിത്വമുള്ള കുടുംബങ്ങളിലൊക്കെ ഒരുപാട് മക്കൾ വീട്ടിലുണ്ടാവും. 8 മക്കളൊക്കെ വീട്ടിലുണ്ടാവും. ആ 8 മക്കളൊക്കെ വീട്ടിലുണ്ടാവും. പക്ഷേ അതിനകത്ത് 1-2 പേര് കഷ്ടിച്ച് പഠിച്ച് വളരെ കഷ്ടപ്പെട്ട്, അവനും സാമ്പത്തികമൊന്നും ഉണ്ടായിട്ടില്ല, വീട്ടിൽ നിന്ന് കൊടുത്തിട്ടുമല്ല, അവൻ പാർട്ട് ടൈം ജോലിയൊക്കെ ചെയ്ത് അവൻ രക്ഷപ്പെട്ട് നല്ല ജോലിയൊക്കെ കിട്ടി ഒരുവിധം രക്ഷപ്പെട്ട് വരുമ്പോൾ ബാക്കിയുള്ള 6 എണ്ണത്തിൽ ഒരു 2 എണ്ണം ഒരിക്കലും രക്ഷപ്പെടില്ല, 4 എണ്ണം കുറച്ച് രക്ഷപ്പെടുകയും കുറച്ച് മോശമായി. അപ്പോൾ പേരൻസ് വിചാരിക്കും ഇതിനകത്ത് പഠിച്ചത് രക്ഷപ്പെട്ടവന് അവൻ കയറി വന്നല്ലോ, അവർ 2 പേർക്കും ഒന്നും കൊടുക്കണ്ട കുടുംബത്തിൽ നിന്ന്. അപ്പോൾ ചുരുക്കത്തിൽ രക്ഷകർത്താക്കളുടെ അവസാന കാലം എത്തുമ്പോൾ അവർ സ്വത്ത് വിഭജിക്കുമ്പോൾ കൂടുതലും കൊടുക്കുന്നത്, അല്ലെങ്കിൽ മുഴുവൻ കൊടുക്കുന്നത് നോൺ പെർഫോമിംഗ് ആയിട്ടുള്ള മക്കൾക്കാണ്. അത് തന്നെ ഇവിടെ നോൺ പെർഫോമിംഗ് സ്റ്റേറ്റ്സിന് കിട്ടും. ഇത് ക്ലാസ്സിൽ പറയുമ്പോൾ കുട്ടികൾ എല്ലാവർക്കും അത് മനസ്സിലാവും. അപ്പോൾ സാറേ അതിനകത്തൊരു ശരിയില്ലേ? ആ ശരി ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഒരർത്ഥത്തിലുണ്ട്, മറ്റൊരർത്ഥത്തിൽ ഇത് തന്നെയാണ് ഇപ്പോൾ മണ്ഡല പുനർനിർണയത്തിൽ നമുക്ക് വരുന്നത്. കാരണം നോൺ പെർഫോമിംഗ് സ്റ്റേറ്റ്സിന് കൂടുതൽ കൊടുക്കുന്നു, റിസോഴ്സസിൽ കൂടുതൽ കൊടുക്കുന്നു, അവന്മാർ കഷ്ടപ്പെടുകയാണ്, ഗ്രാൻസ് കൂടുതൽ കൊടുക്കുന്നു, പിന്നെ ഡെവല്യൂഷനിൽ കൂടുതൽ കൊടുക്കുന്നു, ഫണ്ട് അലോട്ട്മെൻറ്റ് കൂടുതൽ കൊടുക്കുന്നു. ഇതെല്ലാം കൊടുക്കുന്നതിൻ്റെ ബേസിക് ഇഷ്യൂ എന്ന് പറയുന്നത് ജനസംഖ്യയാണ്. അപ്പോൾ ജനസംഖ്യയ്ക്ക് കൂടുതൽ പ്രാധാന്യം വരുന്നത്. ഇവിടെ നമ്മൾ ആലോചിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഇന്ത്യയിൽ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങൾ, ജനസംഖ്യാടിസ്ഥാനത്തിൽ ഏറ്റവും ചെറിയ സംസ്ഥാനങ്ങൾ 10 സംസ്ഥാനങ്ങൾ 28 എടുത്താൽ അവരുടെ ജനസംഖ്യ 3% ഇല്ല. അൾട്ടുഗദർ 2.89 നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ് ആണ്. അപ്പോൾ അത് നോക്കി നമുക്ക് ചെയ്യാൻ പറ്റുമോ? നോർത്ത് ഈസ്റ്റിന് പ്രത്യേക പാക്കേജ് വേണ്ടേ? കാരണം നോർത്ത് ഈസ്റ്റ് ഇന്ത്യയിൽ നിന്ന് വേറിട്ട് പോകുമെന്ന് പറഞ്ഞൊരു കാലഘട്ടം നമുക്ക് ഓർമ്മയുണ്ട്. വളരെ സെപ്പറേറ്റിസം ഉണ്ടായിരുന്നു. ഈ സെപ്പറേറ്റിസം വന്നിരുന്ന സമയത്ത് അവർക്ക് വികസനത്തിൽ അവരെ പങ്കാളിയാക്കുന്നില്ല എന്നുള്ള പ്രധാനപ്പെട്ട പ്രശ്നമുണ്ട്. അതുകൊണ്ട് ഇന്നിപ്പോൾ അത് കുറേ മാറി. മണിപ്പൂരിൻ്റെയൊക്കെ പ്രശ്നങ്ങൾ അവശേഷിക്കുന്നു. പക്ഷേ നാഗാലാൻഡൊക്കെ തീർന്നല്ലോ, അവിടെയൊക്കെ പ്രശ്നങ്ങൾ തീർന്നല്ലോ. അവരെയൊക്കെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വികസനത്തിലെ കാഴ്ചപ്പാടുകൾക്കാണ്, അത് ജനസംഖ്യയല്ല. ജനസംഖ്യ ഇല്ല. മിസോറാം, ആസാമൊക്കെ ഓരോ സീറ്റുകൾ മാത്രമുള്ള സംസ്ഥാനങ്ങളാണ്. കറക്റ്റ്. അതിവിടെ പ്രത്യേക പ്രാധാന്യം അറിയിക്കും. സംസ്ഥാനത്തിന് ഒരു സീറ്റ്. 10 സ്റ്റേറ്റുകൾ, അതിൽ 7 എണ്ണം നോർത്ത് ഈസ്റ്റാണ്. ആ 10 എണ്ണം ടുഗദർ കോൺസ്റ്റിറ്റ്യൂട്ട് 2.89 ഓഫ് ദ പോപ്പുലേഷൻ, എന്നുവെച്ചാൽ 3%. ഇനി ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളെ, അതിലെ വലിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. ഉത്തർപ്രദേശ്, ബീഹാർ, മഹാരാഷ്ട്ര, വെസ്റ്റ് ബംഗാൾ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, തമിഴ്നാട്. ഇനി ഈ 6 എണ്ണം കഴിഞ്ഞാലാണ് നമുക്ക് വരുന്ന 4 സംസ്ഥാനങ്ങളിൽ 3 എണ്ണം ദക്ഷിണേന്ത്യയിലാണ്. തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഗുജറാത്തും വരുന്നുണ്ട്. അപ്പോൾ ഈ 10 സംസ്ഥാനങ്ങളിലെ ഞാൻ ആവർത്തിക്കണ്ടല്ലോ, പ്രധാനപ്പെട്ടത് വന്നല്ലോ. ഈ 10 സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളെന്ന് പറയാൻ അടിസ്ഥാനപരമായിട്ട് നമുക്ക് 6 എണ്ണമേ വരുന്നുള്ളൂ. എത്ര കൂട്ടിയാൽ ഇപ്പോൾ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഈ 4 എണ്ണവും, പിന്നെ അപ്പോൾ 4 ഡയറക്റ്റ് നോർത്തേൺ സ്റ്റേറ്റ്, പശ്ചിമഘട്ടത്തിൽ കിടക്കുന്ന വെസ്റ്റേൺ സൈഡിൽ കിടക്കുന്ന മഹാരാഷ്ട്രയും ഗുജറാത്തും, കിഴക്കൻ മേഖലയിലുള്ള വെസ്റ്റ് ബംഗാളും. അപ്പോൾ 7 എണ്ണമാണ് സൗത്ത് ഇന്ത്യയിലല്ലാത്തത്. അപ്പോൾ ദക്ഷിണേന്ത്യൻ ഉത്തരേന്ത്യ എന്നുള്ളൊരു ബൈനറിക്ക് അർത്ഥമില്ല. കാരണം ഇതിനകത്ത് 4 സ്റ്റേറ്റുകളെ ഉത്തരേന്ത്യനുള്ളൂ, അല്ലേ? ബീഹാർ, UP, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ. അപ്പോൾ നോർത്തിനാണെന്ന് സൗത്ത് ആ ഒരു ഡിസ്കഷനിൽ വലിയ സാങ്കത്യമില്ല. കാരണം നിങ്ങൾ മഹാരാഷ്ട്ര എവിടെ പ്ലേസ് ചെയ്യും, ഗുജറാത്തിനെ എവിടെ പ്ലേസ് ചെയ്യും, വെസ്റ്റ് ബംഗാളിനെ എവിടെ പ്ലേസ് ചെയ്യും? ഇവരെല്ലാം ഈ മണ്ഡല പുനർനിർണയത്തിൽ സീറ്റുകൾ വർദ്ധിക്കാൻ പോകുന്ന സംസ്ഥാനങ്ങളാണ്. പിന്നെ സൈസിൻ്റെ കാര്യത്തിലും ജനസംഖ്യയുടെ കാര്യത്തിലും സൗത്ത് ഇന്ത്യയിൽ തമിഴ്നാട്, കർണാടക, ആന്ധ്ര, ഇത് 3 മോശമല്ല, മനസ്സിലായില്ലേ? പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ പോപ്പുലേഷൻ വർദ്ധിപ്പിച്ച സംസ്ഥാനങ്ങൾക്ക് ജനസംഖ്യയ്ക്ക് അനുപാതമായി സീറ്റുകൾ വർദ്ധിപ്പിക്കുന്നത്, പ്രത്യേകിച്ച് പാർലമെന്റിൽ 888 സീറ്റുകൾ ലോക്സഭയിൽ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. പുതിയ പാർലമെന്റ് മന്ദിരത്തിൽ 800-ലധികം സീറ്റ് ഒരുക്കിയ 888 സീറ്റ് ഒരുക്കിയ പശ്ചാത്തലത്തിലാണ് ആശങ്ക ജനിക്കാൻ തുടങ്ങുന്നത്. കാരണം ഇത് ആനുപാതികമായ വർധനവ് വന്നെങ്കിൽ മാത്രമേ ഒരു പാർലമെന്റിലേക്ക് എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്ന് ഏകീകൃത രൂപത്തിൽ ആൾക്കാർ എത്തുള്ളൂ. അതെ, ഇതിനകത്ത് ഇതൊരു ഇപ്പോൾ ഇഷ്യൂ ക്ലിയർ ആണ്. പോപ്പുലർ സ്റ്റേറ്റ്സ് ടേക്കിംഗ് അവേ ദ ലയൺ ഷെയർ ഓഫ് ലോക്സഭ സീറ്റ്സ്. ഇപ്പോൾ ഉത്തർപ്രദേശ്, ഞാനീ പറഞ്ഞ ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഈ 4 സ്റ്റേറ്റുകൾ കൂടുമ്പോൾ ഏതാണ്ട് 46% സീറ്റുകളായി.
ജാർഖണ്ഡോട് ഉൾപ്പെടുത്താം. അതെ, ജാർഖണ്ഡ് ഉൾപ്പെടുത്താം. അപ്പോൾ 50% കഴിഞ്ഞു. 50%. അപ്പോൾ 50% സീറ്റുകൾ നോർത്ത് ഇന്ത്യയിൽ പോയി കഴിഞ്ഞു. ഇതുകൊണ്ടാണ് പഴയ കാലത്ത് നമ്മൾ പറയും ഉത്തർപ്രദേശാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിന്റെ ഗേറ്റ് വേ എന്ന് പറയുന്നത്. അപ്പോൾ ഇപ്പോൾ തന്നെ BJPക്ക് അവിടെ കിട്ടാത്തത് കൊണ്ടാണ് ഭൂരിപക്ഷം കിട്ടാതെയായത്. പ്രധാനമന്ത്രിമാരുടെ സംസ്ഥാനമാണ് 80 സീറ്റുകളാണ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ പോപ്പുലർ സ്റ്റേറ്റ്സ് ആണ് ഇപ്പോൾ തന്നെ ഈ ജനസംഖ്യയിലും പാർലമെൻറ്റിലും എണ്ണം കൂടുതൽ. ഈ ഞാനീ പറഞ്ഞ 7 സംസ്ഥാനങ്ങൾ എടുത്താൽ 4 ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളും പിന്നെ മഹാരാഷ്ട്രയും ഗുജറാത്തും വെസ്റ്റ് ബംഗാളും കൂടിയാൽ 74% ജനസംഖ്യയും 70% സീറ്റുകളും അവരുടെ കയ്യിൽ. അപ്പോൾ ഇത് ഈ ഇൽബാലൻസ് ഒന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്യും ഇത് വരുമ്പോൾ. അപ്പം നോർത്ത് സൗത്ത് എന്നല്ല, ബിഗ് സ്റ്റേറ്റ്സ് ആൻഡ് സ്മോൾ സ്റ്റേറ്റ്സ്, പോപ്പുലർ സ്റ്റേറ്റ്സ് ആൻഡ് ലെസ് പോപ്പുലർ, അങ്ങനെ വേണം ആ ചർച്ച കൊണ്ടുപോകാൻ. പക്ഷേ ഇവിടെ എന്ത് ചെയ്യാൻ പറ്റും? ഇതിപ്പോൾ ഇതിനകത്ത് നമ്മൾ ചർച്ച ചെയ്ത് സ്റ്റാലിൻ പറയുന്ന രീതിയിലൊന്നും കാര്യങ്ങൾ നടക്കില്ല. സ്റ്റാലിൻ്റെ പാർട്ടി 72 വരെ ഇന്ത്യയിൽ നിന്ന് വേറിട്ട് വേറെ രാജ്യമാകണമെന്ന് പറഞ്ഞ പാർട്ടിയാണ്. അങ്ങനെയൊക്കെ പറഞ്ഞ സംസ്ഥാനങ്ങളും നോർത്ത് ഈസ്റ്റിലുണ്ട്. തമിഴ്നാട്ടിൽ കരുണാനിധി അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും തമിഴ് വാദവും ഹിന്ദി വിരുദ്ധതയൊക്കെ കൊണ്ടുവന്ന് ആ വിപ്പപ്പ് ചെയ്യാൻ സെൻറ്റിമെൻറ്റ്സ് കൂട്ടാൻ ശ്രമിക്കുന്നു. പഴയതുപോലെ അത് വിജയിക്കുന്നില്ല. പ്രത്യേകിച്ച് തമിഴ്നാട്ടിൽ DMKക്കെതിരെ TVK വരുന്നു. BJP ചെറുതായിട്ടെങ്കിലും ശക്തി ആർജിക്കുന്നു. ADMKക്ക് ഒരു ആയുസ് നീട്ടിക്കിട്ടാനുള്ള സാധ്യത BJPയുടെ അലയൻസിൽ വരുന്നു. അപ്പം അതുകൊണ്ട് പഴയതുപോലെ തമിഴ് വാദം മാത്രം കൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷേ അവർക്കൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരത്തിൻ്റെ പ്രത്യേകത കൊണ്ട് യുണൈറ്റഡായിട്ട് നിൽക്കുന്നുള്ളത് സത്യമാണ്. ഞാൻ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, എപ്പോഴൊക്കെ മുന്നണി ഭരണം വന്നോ അന്നൊക്കെ തമിഴ്നാടിന് അതിൽ ഭരണമുണ്ടായിട്ടുണ്ടെങ്കിൽ, ഇപ്പോഴില്ല, തമിഴ്നാട് അന്ന് നല്ല രീതിയിൽ ഗുണം കൊണ്ടുപോയിട്ടുണ്ട്. അത് ഓർക്കുകയാണെങ്കിൽ മൻമോഹൻ സിംഗിൻ്റെ ഗവൺമെൻറ് ആയാലും വാജ്പേയിയുടെ ഗവൺമെൻറ് ആയാലും അടിസ്ഥാന വികസനം ഉൾപ്പെടെ നല്ല വെൽഫെയർ ബെനിഫിറ്റ്സ് കൊണ്ടുപോയ സംസ്ഥാനമാണ് തമിഴ്നാട്. തമിഴ്നാടിന് പ്രാതിനിധ്യമില്ലാതെ കേന്ദ്ര സർക്കാർ ഉണ്ടായത് ഈ അടുത്ത കാലത്ത്. അതിലാണ് ആ വിഷമം വരുന്നത്. അതിപ്പോൾ അവർ നാളൊരു കാലത്ത് BJPയിലേക്ക് വരില്ല എന്ന് പറയാൻ പറ്റില്ല. കാരണം വാജ്പേയി ഗവൺമെൻറ്റിൽ പങ്കാളിത്തമുള്ളതാണ്. നല്ലൊരു പാക്കേജ് കൊടുത്തു കഴിഞ്ഞാൽ തമിഴ്നാടിക്ക് പോരും. അതിലപ്പുറമുള്ളൊരു BJP വിരുദ്ധതയൊന്നും അവർക്കില്ല. അവരുടെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കും. നമ്മുടെ പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മുന്നണി ഭരണമാണ് അതിൻ്റെ ഓർഗാനിക് ഫാക്ടർ. ജൈവപരമായി മുന്നണി ഭരണമാണ് പറഞ്ഞിരിക്കുന്നത്. അഭൂതപൂർവമായിട്ട് ഏക പാർട്ടി ഭരണം ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഇന്ത്യയിൽ സ്വാതന്ത്ര്യാനന്തരം കോൺഗ്രസ്സിന് അങ്ങനെ സംഭവിച്ചു, പിന്നീട് നഷ്ടപ്പെട്ടു. പിന്നെ BJPക്ക് 2014-ലും 2019-ലും കേവല ഭൂരിപക്ഷം ലഭിച്ചു. പക്ഷേ മുന്നണി ഭരണമാണ് പിന്നെയും വരുന്നത്. ഇനിയും അതിനുള്ള സാധ്യതയാണ് കാണുന്നത്. മാത്രമല്ല, ഇവിടെ ഫെഡറലിസത്തെക്കുറിച്ച് പറയുമ്പോൾ ഞങ്ങളിത് പറയുന്നത് വി ആർ എ പാർലമെൻ്ററി ഫെഡറൽ സിസ്റ്റം എന്നാണ്. സാധാരണ ഫെഡറൽ അല്ല, പ്രസിഡൻഷ്യൽ ഫെഡറൽ അല്ല അമേരിക്ക പോലെ, പാർലമെൻ്ററി ഫെഡറൽ. ഈ പാർലമെൻ്ററി ഫെഡറൽ എന്ന് പറയുന്നിടത്താണ് ഈ ഡീലിമിറ്റേഷൻ്റെ ഇഷ്യൂ വരുന്നത്. കാരണം ഓരോ സംസ്ഥാനവും ഞങ്ങൾക്ക് വളർച്ച വേണം, അവരാവശ്യപ്പെടുന്നത് ന്യായമാണ്. പക്ഷേ അവർ പ്രത്യേകത എന്താണ്? കേരളത്തിൻ്റെ ആവശ്യമല്ല തമിഴ്നാടിൻ്റെത്, തമിഴ്നാടിൻ്റെ ആവശ്യമല്ല മധ്യപ്രദേശിൻ്റെ ആവശ്യമല്ല രാജസ്ഥാൻ്റെത്, കാശ്മീരിൻ്റെ അല്ല, കാശ്മീർ ഇപ്പോൾ സ്റ്റേറ്റ് അല്ല എങ്കിൽ പോലും. അപ്പോൾ ചുരുക്കത്തിൽ അറിഞ്ഞ് ആവശ്യമുള്ളത് കൊടുക്കുക എന്നുള്ളതാണ്. എന്താണ് അറിഞ്ഞ് ആവശ്യമുള്ളത് അനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ്, ഫണ്ട് അലോട്ട് ചെയ്യുമ്പോൾ, ഗ്രാൻസ് കൊടുക്കുമ്പോൾ ഫിനാൻസ് കമ്മീഷനും നീതി ആയോഗും പ്രത്യേകം ശ്രദ്ധിച്ച് അതാത് സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അർഹതയുള്ളതും ആവശ്യമുള്ളതും മാത്രമേ കൊടുക്കാവുള്ളൂ. അല്ലാതെ അവരുടെ ഈ ബ്ലാക്ക് മെയിലിംഗ് പൊട്ടൻഷ്യൽ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ആന്ധ്രയിൽ തെലുങ്ക് ദേശം പ്രത്യേക പാക്കേജ് കൊണ്ടുപോയി. ബീഹാർ കൊണ്ടുപോയാൽ പിന്നെയും ന്യായമുണ്ട്. കാരണം ബീഹാറിന് ഒരുപാട് അണ്ടർ ഡെവലപ്മെന്റ്. അത് തന്നെയാണല്ലോ സാർ മുഖ്യ വിഷയം. അവർക്ക് അർഹതപ്പെട്ടത് കൊടുക്കണം, അത് കൊടുക്കുന്നില്ല. ജനസംഖ്യ ആനുപാതികമായിട്ട് കൊടുക്കുന്ന നിർബന്ധിതമായ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതെ. അപ്പൊ ഇത് വീണ്ടും വൈരുദ്ധ്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളതാണല്ലോ ഏറ്റവും വലിയ ആശങ്ക. ഇപ്പൊ ഉദാഹരണമായിട്ട് കേരളത്തിൽ 20 സീറ്റ്, അത് നിലവിലുള്ള 543 അടിസ്ഥാനമാക്കി മണ്ഡല പുനർനിർണ്ണയം നടത്തിയാൽ 8 സീറ്റ് കുറഞ്ഞ് 12 മാറും. അതെ. അത് തമിഴ്നാട്ടിലും അതേപോലെ സംഭവിക്കും. അതേസമയം 800-ലധികം സീറ്റിലേക്ക് പോവുകയാണെങ്കിൽ ഈ 20 സീറ്റ് നിലനിൽക്കുമായിരിക്കും, അല്ലെ 1-2 കൂടിയതിരിക്കും. അല്ല, അമിത്ഷാ പറയുന്നത് സീറ്റ് കുറയ്ക്കില്ല എന്ന് പറഞ്ഞു. അതെ, അദ്ദേഹം പറയുന്നില്ല ഉത്തരേന്ത്യയിൽ സീറ്റ് കൂടുമെന്ന് പറയുന്നില്ല. അത് വ്യംഗ്യാർത്ഥമാണ്. കൂടും, നമുക്കറിയാം കൂടും. ഉത്തരേന്ത്യ എന്നല്ല, വലിയ സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കൂടും തീർച്ചയായിട്ടും. അപ്പോൾ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ കേരളത്തിൽ ഈ 800 വെച്ച് 800 അടിസ്ഥാനമാക്കി 750 വന്നൂന്നിരിക്കട്ടെ, 750 ആയിക്കോട്ടെ, ആ മണ്ഡല പുനർനിർണ്ണയം നടത്തിയാൽ 100 സീറ്റ് യുപിക്ക്, കേരളത്തിലെ ഈ സീറ്റ് 20 അവിടെ നിൽക്കുന്നു. അപ്പോൾ 100 സീറ്റ് യുപിയിലേക്ക് പോകുമ്പോൾ ഉണ്ടാകുന്ന ഇൻബാലൻസ് ഇതിനെക്കാട്ടി ഭീകരമാണ്. തീർച്ചയായും ഇത് തന്നെയാണ് അടിസ്ഥാന ആശങ്ക. തമിഴ്നാടും പറയുന്നതും വേറൊരു ഭാഷയിലാണെന്നുള്ളതേ ഉള്ളൂ. അതെ, അവർ പറയുന്നത് കുറച്ച് എക്സ്ട്രീമായിട്ട് പറയുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനെന്താ ചെയ്യാൻ പറ്റുന്നത്, ഏത് വഴി എന്നുള്ള. അപ്പോൾ ഇതിനുള്ള ആൻസർ
ഒരു ആൻസർ സഹകരണാത്മകമായ ഫെഡറലിസം, കോപ്പറേറ്റീവ് ഫെഡറലിസം. അതിനാണ് ഭരണഘടന തന്നെ പഴയകാലത്തെ നിർദ്ദേശിച്ചിട്ടുണ്ട് പ്രവർത്തിക്കാത്ത ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ. ആർട്ടിക്കിൾ 263 പ്രകാരം അന്തർ സംസ്ഥാന സംഘടന എന്ന് പറഞ്ഞ് ഭരണഘടനയിൽ തന്നെ പ്രൊവിഷനുണ്ട്. അത് അംബേദ്കറൊക്കെ എഴുതി വെച്ചത് കോപ്പറേഷൻ ബിറ്റ്വീൻ സ്റ്റേറ്റ്സ്, അതായത് സംസ്ഥാനങ്ങൾ തമ്മിൽ സഹകരണം വർത്തിക്കാൻ there shall be an interstate council. എന്നിട്ട് ഇത് പ്രവർത്തിച്ചോ? ഇല്ല. 2 വർഷമായിട്ട് ഇപ്പോൾ ഇല്ല. 2 അല്ല 5 വർഷമായിട്ടില്ല. 5 വർഷമായിട്ടില്ല. പിന്നെ ഇടയ്ക്ക് തുടക്കത്തിൽ ആദ്യം വരുന്നത് 90-ലാണ്. 90-ൽ VP സിംഗ് വന്നു, അദ്ദേഹം പോയി. പിന്നീട് നരസിംഹറാവുവിൻ്റെ സമയത്തില്ല, പിന്നീട് വീണ്ടും വന്നു. അപ്പോൾ ഇങ്ങനെ വരികയും പോവുകയും ചെയ്ത ഒരു ചരിത്രത്തിലൊരു 12 വർഷത്തിനകം അതിനകം ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിൽ പ്രവർത്തിച്ചിട്ടില്ല. അപ്പോൾ ഇൻ്റർ സ്റ്റേറ്റ് കൗൺസിലിനെ റീജുവിനേറ്റ് ചെയ്യുക, പുനർജീവിപ്പിക്കുക, അവിടെ സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ആവശ്യങ്ങൾ ചർച്ച ചെയ്യുക. അല്ലാതെ നാഷണൽ ഡെവലപ്മെൻറ്റ് കൗൺസിലിന് തീരുമാനം കൊടുത്താൽ പറ്റില്ല. രണ്ടാമതായി ഫിനാൻസ് കമ്മീഷൻ ഇവിടെ നമ്മൾ ചർച്ച ചെയ്ത പോലെ അലോട്ട്മെൻറ്റ്സ് നടത്തുമ്പോൾ, ഫണ്ട് അലോട്ട്മെൻറ്റ്സ് നടത്തുമ്പോൾ അറിഞ്ഞ് നൽകുക, എന്താണ് ആവശ്യമെന്നുള്ളത് അറിഞ്ഞ് നൽകുക. ഇപ്പോൾ ഉദാഹരണമായിട്ട് കേരളത്തിന് വിദ്യാഭ്യാസത്തെക്കാൾ തൊഴിലവസരം നൽകുന്ന കാര്യങ്ങളാണ് ആവശ്യം. വ്യവസായ വളർച്ചയ്ക്ക് മൈക്രോ സ്മോൾ മീഡിയം ഇൻഡസ്ട്രീസ് അങ്ങനെ വേണം അലോട്ട് ചെയ്യാൻ. ഓരോ സംസ്ഥാനങ്ങൾക്ക് എന്താണ് കുറവ്, അവിടെ എന്താണ് അസറ്റ് ഉള്ളത്, അതിനെ എന്നെ നല്ല രീതിയിൽ പ്രോഡക്ട്സ് ആക്കാൻ പറ്റും. ഇത് റിസർച്ച് ചെയ്യാൻ നീതി ആയോഗിന് കഴിയും, ഫിനാൻസ് കമ്മീഷനിൽ റെക്കമെൻഡ് ചെയ്യുക. അതനുസരിച്ചുള്ള അലോട്ട്മെൻറ്റ് നടത്തിയേ പറ്റൂ. അല്ലാതെ ജനസംഖ്യാടിസ്ഥാനത്തിൽ പാർലമെൻറ്റിൽ വന്ന് വോട്ട് ചെയ്യുന്ന രീതിയിൽ മാത്രമാകരുത്. ഒരിക്കലും സംസ്ഥാനങ്ങളുടെ വെയിറ്റ് അനുസരിച്ചല്ല റിസോഴ്സസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യേണ്ടത്. കാരണം നമുക്ക് ഈ അൺഈവൻനെസ്, ഈ അസമത്വം മാറ്റി, അസന്തുലിതാവസ്ഥ മാറ്റി ഒരുവിധം സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരാധിഷ്ഠിതമാക്കണം. അതിനുള്ള തയ്യാറെടുപ്പ് വേണം. ഉദാഹരണമായിട്ട് തമിഴ്നാട് സ്വാതന്ത്ര്യാനന്തരം 3 മേഖലയിൽ നന്നായിട്ട് പെർഫോം ചെയ്തു. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ഇൻഫ്രാസ്ട്രക്ചർ. എന്തൊരു വികസനമാണ് അവർ നേടിയത്. എല്ലാം 48-ന് ശേഷം. ഒരുപക്ഷെ അവരതിനെ സഹായിച്ചത് തമിഴകം എന്നുള്ള വികാരമായിരിക്കാം. ഒറ്റയ്ക്ക് നിൽക്കുക, പ്രാദേശിക പാർട്ടികൾ മാത്രമാണ് 1960-ന് ശേഷം അവിടെ ജയിച്ചത്. എന്നിട്ടും വളർച്ചയ്ക്ക് ഒരു തടസ്സവും ഉണ്ടായിട്ടില്ല. അവിടെ ഒരേ പാർട്ടി തന്നെ കേന്ദ്രവും സംസ്ഥാനവും ഭരിച്ചിട്ടില്ല. കരുണാകരനും പിന്നീട് BJPയും പറഞ്ഞ ഡബിൾ എഞ്ചിൻ ഗവൺമെൻറ് അവിടെ വന്നില്ല. എന്നിട്ടും തമിഴ്നാട് പുരോഗതി ഉണ്ടായി. അപ്പോൾ ചുരുക്കത്തിൽ സംസ്ഥാനങ്ങൾക്കകത്ത് പ്രവർത്തിക്കാനൊരു സമവായം വേണം. കേരളത്തിൽ അതില്ലാത്തതാണ് കേരളത്തിൻ്റെ വളർച്ചയ്ക്കൊരു കാരണം, കുറവിനൊരു കാരണം. നമ്മുടെ തമ്മിലടി കൂടുതലായതുകൊണ്ട് ഡൽഹിയിൽ നമ്മളൊരു ഫോഴ്സല്ല. നമുക്കൊരു സമയം 10 കേന്ദ്രമന്ത്രിമാരുണ്ടായിരുന്നു, ഓർക്കുന്നുണ്ടോ? മൻമോഹൻ സിംഗ് ഗവൺമെൻറ്റിൽ 10ഓളം മന്ത്രിമാരുണ്ടായിരുന്നു, കേരളത്തിൽ സഹമന്ത്രിമാരുൾപ്പെടെയാണ്. എന്നിട്ട് കേരളത്തിന് എന്തെങ്കിലും മെച്ചം കിട്ടിയോ? അപ്പോൾ ഓരോ സംസ്ഥാനത്തിനും വേണ്ട കാര്യങ്ങൾ ആവശ്യപ്പെട്ട് വാദിക്കണം. അതിൽ തെറ്റൊന്നുമില്ല. ഫെഡറലിസത്തിൽ അത് പറയുന്നതിൽ ഒരു തെറ്റുമില്ല. ജനസംഖ്യ അടിസ്ഥാനത്തിൽ സീറ്റുകൾ വർദ്ധിച്ചാലും സംസ്ഥാനങ്ങളുടെ വികസനവും അണ്ടർ ഡെവലപ്മെൻറ്റും പരിഗണിച്ചുള്ള റീഡിസ്ട്രിബ്യൂഷൻ നടത്തണം. ഇനി മറ്റൊരു കാര്യം എനിക്ക് നിർദ്ദേശിക്കാനുള്ള 2-3 കാര്യങ്ങൾ ഈ ക്രൈസിസിനെ എങ്ങനെ ഓവർകം ചെയ്യാം. കാരണം നമുക്ക് മണ്ഡല പുനർനിർണ്ണയം തടയാൻ പറ്റില്ല. 2031 ആകുമ്പോൾ പാർലമെൻറ്റിലെ അംഗസംഖ്യ കൂടും. നമുക്ക് ഒന്ന് ചെയ്യാവുന്നത് രാജ്യസഭയിലുള്ള ആ ഡിസ്പ്രപ്പോർഷൻ മാറ്റണം. കാരണം ലോകസഭയുടെ തനിയാവർത്തനമാണ് രാജ്യസഭ. എന്താ കാരണം? ജനസംഖ്യ അടിസ്ഥാനത്തിൽ 35 MP-മാരുണ്ട് UP-ന്ന് രാജ്യസഭയിലേക്ക്. എന്നാൽ ഒരു സീറ്റ് മാത്രമുള്ള എത്ര സംസ്ഥാനങ്ങളുണ്ട്? കേരളത്തിൽ നിന്ന് 9 പേര്, എത്രയോ സംസ്ഥാനങ്ങൾ ഒരു സീറ്റ് മാത്രമാണ്. ഗോവയ്ക്ക് അല്ല, നോർത്ത് ഈസ്റ്റ്. അത് പറ്റില്ല. എൻ്റെ റെക്കമെൻഡേഷൻ എല്ലാ സംസ്ഥാനങ്ങൾക്കും 10 വീതം തുല്യമായി കൊടുക്കുക. അമേരിക്കയിൽ എല്ലാ സംസ്ഥാനങ്ങൾക്കും സെനറ്റിൽ ഈ 2 അംഗങ്ങളാണ്. അപ്പോൾ ലോക്സഭയ്ക്ക് അനുവാദികമായിട്ട് രാജ്യസഭയിലും ഈ പാടില്ല. ഇല്ല, അത് പാടില്ല എന്നുള്ളതാണ്. ലോകസഭയ്ക്ക് അനുവാദമായാണ് രാജ്യസഭ ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. അത് മാറ്റി ഭരണഘടനാ ഭേദഗതിയിൽ കൂടി all states should have equal representation in രാജ്യസഭ. അമേരിക്കയിലെ സെനറ്റ് എല്ലാ കാലിഫോർണിയ ഏറ്റവും വലിയ സ്റ്റേറ്റാണ്, അവിടെയും 2. ഉട്ട എന്ന് പറയുന്ന സംസ്ഥാനമുണ്ട്, അവിടെയും 2. ഫ്ലോറിഡയ്ക്കും 2. വലുതും ചെറുതും നോക്കാതെ സംസ്ഥാനങ്ങളിൽ നിന്ന് 2 പേരാണ് തിരഞ്ഞെടുക്കപ്പെടുന്നത്. നമുക്ക് 2 വേണ്ട, 10 ആകാം. 10 പേര് തുല്യമായി പോകട്ടെ. ഇപ്പോൾ 28 സംസ്ഥാനങ്ങളുണ്ട്, 250 പേര് ഇപ്പോഴേ ഉണ്ട്. നിങ്ങൾക്ക് 384 പേർക്ക് രാജ്യസഭയിൽ സീറ്റ് ഇപ്പോൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് അവിടെ സീറ്റ് വർദ്ധിച്ചാൽ കുഴപ്പമില്ല. സോ എൻ്റെ ഒരു റെക്കമെൻഡേഷൻ, രാജ്യസഭയ്ക്ക് തുല്യ പ്രാതിനിധ്യം സംസ്ഥാനങ്ങൾക്ക്. പുതിയ സംസ്ഥാനങ്ങൾ വന്നാലും തുല്യ പ്രാതിനിധ്യം. അപ്പോൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക്, പ്രത്യേകിച്ച് ഭരണഘടനാ ഭേദഗതി ഉൾപ്പെടെ പല കാര്യങ്ങൾക്ക് രാജ്യസഭയ്ക്ക് അത്യാവശ്യം അധികാരമുണ്ട്. ധനകാര്യത്തിൽ മാത്രമേ അധികാരം കുറവുള്ളൂ. അപ്പോൾ ബാക്കി കാര്യങ്ങൾ അധികാരം ഏതാണ്ട് പാർലമെൻറ്റ് ലോക്സഭയുടെ തുല്യമാണ്. വൈ ഡോണ്ട് വി ഗിവ് ഈക്വൽ ഷെയർ?
രാജ്യസഭയ്ക്ക് എല്ലാ സംസ്ഥാനങ്ങൾക്കും ഈക്വൽ റെപ്രസെൻറ്റേഷൻ. അമേരിക്ക പോലെ 2 അല്ല, ഐ എം റെക്കമെൻഡിങ് 10 ഈച്ച്. 28 സംസ്ഥാനങ്ങൾ 10 പേര് വെച്ച് 280. പിന്നെ പ്രസിഡന്റ് 12 പേരെ നോമിനേറ്റ് ചെയ്തോട്ടെ, 292. എന്നാലും 384 ഒരുപാട് സീറ്റ് ബാക്കി കിടപ്പുണ്ട്. അതാണ് ഒരു റെക്കമെൻഡേഷൻ. രണ്ടാമത് ഞാൻ പറയുന്നത്, ഈ മണ്ഡല പുനർനിർണയത്തിൽ ലോകസഭയിലെ മണ്ഡല പുനർനിർണയം വേണമെങ്കിൽ മാറ്റാതെ സംസ്ഥാനങ്ങൾക്കകത്തുള്ള സീറ്റുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാം. അതൊരു വലിയ കുഴപ്പമില്ല. ഇപ്പോൾ നമുക്ക് 140 എന്നുള്ളത് ചിലപ്പോൾ 135 പോപ്പുലേഷൻ കുറഞ്ഞതുകൊണ്ട്, അല്ലെങ്കിൽ 142 ആകാം. ചില സംസ്ഥാനങ്ങൾക്ക് യു പിയിൽ 400 അംഗങ്ങളുണ്ട് വിധാനസഭയിലേക്ക്. ആ 400 എന്നുള്ള 500 ആയിക്കൊള്ളട്ടെ. അപ്പോൾ അസംബ്ലിയിലേക്ക് മാത്രമായി പരിമിതപ്പെടുത്താൻ പറ്റുമോ എന്നുള്ളത് ആലോചിക്കാം. ലോക്സഭയിലേക്കുള്ളതാണ് പ്രശ്നമെങ്കിൽ വൈ ഡോണ്ട് വി ലിമിറ്റ് ടു വിധാൻസഭ, അസംബ്ലിക്ക് മാത്രമായിട്ട് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തുകൂടാ? എന്തായാലും നീട്ടിവെക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ജനസംഖ്യ വർദ്ധിക്കുന്നതനുസരിച്ച് ജനങ്ങൾക്കൊരു കാര്യം പറയണമെങ്കിൽ, ഇപ്പോൾ നമുക്കൊരു എം പി ഉണ്ട്, ആരാണ് എം പി എന്ന് പറഞ്ഞാൽ, അയ്യോ അത് 10-30 ലക്ഷം പേർക്ക് ഒരാളാണ് എന്ന് പറയുന്നതാണോ, അല്ല ഒരു 12 ലക്ഷം പേർക്ക് ഒരാളാണ്, ഏതാ കൂടുതൽ ഡെമോക്രാറ്റിക്, ഏതാ കൂടുതൽ റെപ്രസെൻറ്റേറ്റീവ്? പക്ഷേ അതിനോടൊപ്പമുള്ള പൊളിറ്റിക്സാണ് ഈ പ്രശ്നം. കാരണം പോപ്പുലർ സ്റ്റേറ്റ്സ് ടേക്കിംഗ് അവേ ലയൺ ഷെയർ ഓഫ് ദ സീറ്റ്സ്. അവിടെയാണ് താങ്കൾ പറഞ്ഞതുപോലെ നന്നായി ജനസംഖ്യ നിയന്ത്രണം കൊണ്ടുവന്ന സംസ്ഥാനങ്ങൾക്ക് ശിക്ഷ പാടില്ല. പഴയകാലത്ത് നമ്മളൊക്കെ ചെറുപ്പത്തിൽ ഈ ഗവൺമെൻറ്റിൻ്റെ ഫാമിലി പ്ലാനിങ് ഡിപ്പാർട്ട്മെൻറ്റ് തന്നെ നാടകങ്ങളും ഡോക്യുമെൻ്ററിയും എല്ലാം കാണിച്ചിരുന്നു. അമ്പലങ്ങളിൽ ഉത്സവങ്ങളിലെല്ലാം ഒരു ദിവസം അവരുടേതായ ഒരു പ്രോഗ്രാം കാണാം. അത് ഓട്ടംതുള്ളലായിട്ടോ ഉള്ളത് മതി എന്നൊക്കെ പറഞ്ഞൊരു സിനിമയൊക്കെ വന്ന്. അപ്പോൾ ചുരുക്കത്തിൽ നമ്മൾ എന്ത് എഫക്റ്റീവായി 1960s തന്നെ പോപ്പുലേഷൻ പ്ലാനിങ് കൊണ്ടുവന്നു. അതിൻ്റെ കാരണം നമുക്ക് ലിറ്ററസി ഉണ്ട്, നമുക്ക് എഡ്യൂക്കേഷനുണ്ട്. അതുകൊണ്ട് ഇന്ന് ഇന്ത്യയിലെ ആനുപാതികമായി ഏറ്റവും കൂടുതൽ മിഡിൽ ക്ലാസ് ഉള്ള സ്റ്റേറ്റ് കേരളമാണ്. തീർച്ചയായും ജാതിക്കും മതത്തിനും അപ്പുറം വളരെ ചുരുങ്ങിയ 1-2 സാമൂഹ്യ വിഭാഗങ്ങൾക്കൊഴികെ എല്ലാ വിഭാഗങ്ങളിലും മിഡിൽ ക്ലാസ് ഉണ്ട്. മധ്യവർഗം വളർന്നു കഴിഞ്ഞു 80% കൂടുതലും മിഡിൽ ക്ലാസ് ആണ്. ഗൾഫ് മണി അതിന് കാരണമാക്കാൻ നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ല. ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയങ്ങളുണ്ട്. കേരളത്തെ സംബന്ധിച്ച് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് ജനസംഖ്യയുടെ വളർച്ചയിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ 60 വയസ്സിൽ കൂടുതലുള്ള സംസ്ഥാനമാണ്. അതുകൊണ്ട് 20%, 5-ൽ 1 വയോജനമാണ് കേരളത്തിൽ. അതെ. അതേസമയം ചെറുപ്പക്കാരുടെ നവജാത ശിശുക്കളുടെ എണ്ണം തന്നെ കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ചെറുപ്പക്കാർ 1/4 പങ്കിൽ താഴെ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സംസ്ഥാനത്ത് മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ ഇത് കുറയുകയും ആനുപാതികമായ പ്രാതിനിധ്യം ഇല്ലാതാകുകയും അല്ല ഈ പുതുതലമുറ വോട്ടിങ്ങിലേക്ക് വരാതിരിക്കുകയും ചെയ്യുന്നൊരു സംസ്ഥാനം കൂടാണ്. അപ്പോൾ ഇതുണ്ടാക്കുന്ന ഒരു ആഘാതമുണ്ടല്ലോ. വളരെ ശരിയാണ്. ഈ പുതിയ വോട്ടേഴ്സിന് ഇലക്ഷനോട് വലിയ താല്പര്യമില്ല. IT-കാരുടെ കാര്യം പ്രത്യേകം പറയണ്ട. ഇപ്പോൾ ഫ്ലാറ്റുകളിലൊക്കെ താമസിക്കുന്ന പല രാഷ്ട്രീയ പാർട്ടികളും പറയുന്നത് ഫ്ലാറ്റുകളിൽ നിന്ന് വോട്ട് ചെയ്യാൻ പോയോ ഇല്ലെന്ന് കണക്കെടുക്കാൻ പോലും നിർവാഹമില്ല. അവിടെ പോയി അകത്ത് പോയി ക്യാമ്പയിൻ ചെയ്യാൻ പറയുന്നില്ല. കുറേ പാംഫ്ലെറ്റ് കൊണ്ട് വെളിയിൽ കൊടുത്തിട്ട് സെക്യൂരിറ്റിയുടെ കൊടുത്തിട്ട് പോകാമെന്നല്ലാതെ മറ്റു അനുവാദമില്ല. അവരിൽ എത്ര പേര് വോട്ട് ചെയ്യണമെന്ന് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് യുവാക്കളുടെയിൽ വോട്ടിങ്ങിനുള്ള താല്പര്യം കുറഞ്ഞു വരുന്നൊരു സാഹചര്യം. പ്രത്യേകിച്ച് വിദ്യാർത്ഥികൾ വെളിയിൽ പഠിക്കാൻ പോകുന്നു. പറഞ്ഞാൽ വളരെ ശരിയാണ്. പ്രവാസികൾ പുറത്താണ്. അപ്പോൾ ചുരുക്കത്തിൽ കേരളത്തിൽ ഈ വോട്ടിങ്ങിനോടുള്ള താല്പര്യം, പിന്നെ മുന്നണികളുടെ വിശ്വാസ്യത കുറഞ്ഞതും മറ്റൊരു കാരണമാകാം. അല്ല, സംസ്ഥാന ഇലക്ഷൻ കമ്മീഷൻ തന്നെ അടുത്തിടെ സർവേ നടത്തിയ ശേഷം പറഞ്ഞു കേരളത്തിൽ 18 വയസ്സിനും 19 ഇടയിലുള്ള 10 ലക്ഷം ചെറുപ്പക്കാരുണ്ട്. പക്ഷേ വോട്ടർ പട്ടിക വരുമ്പോൾ 2 ലക്ഷമേ വരുന്നുള്ളൂ. അതിൽ തന്നെ വോട്ട് ചെയ്യുന്നവർ അതിൽ പകുതി താഴെയാണ്. വളരെ ദുഃഖകരമാണ്. അപ്പോൾ 10 ലക്ഷം ഉള്ളിടത്ത് 2 ലക്ഷം വോട്ടർമാരേ ഉള്ളൂ. ആ വോട്ടർമാരിൽ തന്നെ പകുതി താഴെ വോട്ട് ചെയ്യാൻ വരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ജനസംഖ്യ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനത്ത് ഈ ചെറുപ്പക്കാർ പോലും ആഭിമുഖ്യമില്ലാതെ വരുന്നു. അപ്പോൾ ഇത് രാഷ്ട്രീയത്തോടൊരു വിരക്തി ഉണ്ടാകുന്നൊരു വല്ലാത്തൊരു കാലഘട്ടമാണ്. അവർക്ക് IT രംഗത്തൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് വർക്ക് ഫ്രം ഹോമുണ്ട്, പ്രവർത്തിക്കാൻ സാഹചര്യമുണ്ട്. അപ്പോൾ ഇവരെ എങ്ങനെ എൻഡ്യൂസ് ചെയ്യാൻ പറ്റും? ഇലക്ട്രോണിക് വോട്ടിങ്ങും ഇൻ്റർനെറ്റ് വോട്ടിങ്ങും ഒക്കെ ഭാവിയിൽ വരുമായിരിക്കാം. അങ്ങനെയെങ്കിലും ഇവരെ വോട്ട് ചെയ്യിപ്പിക്കാൻ പറ്റുമോ? നമ്മൾ പ്രതീക്ഷിച്ചാലല്ലോ. പഴയ കാലത്ത് ഈ പെട്ടിയായിരുന്നല്ലോ, ഓരോ രാഷ്ട്രീയ പാർട്ടികൾക്ക് ഓരോ കാളപ്പെട്ടി, ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ അത് മാറി ഇപ്പം ഇലക്ട്രോണിക് സമ്പ്രദായത്തിൽ വന്നു. ഇനി നമുക്ക് വീട്ടിലിരുന്ന് വോട്ട് ചെയ്യാൻ പറ്റും, ഫോണിൽ കൂടി വോട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാലം വന്നുകൂടാതില്ല. കാരണം ഈ തെരഞ്ഞെടുപ്പ് പരിഷ്കാരത്തിൽ ഇന്ത്യ നടത്തിയ പുരോഗതി അമേരിക്കയ്ക്ക് പോലും ഉണ്ടായിട്ടില്ല. അവരൊക്കെ ഇപ്പോഴും പഴയ രീതിയിലുള്ള സമ്പ്രദായത്തിലാണ്. ഇപ്പോൾ ഈയിടയ്ക്ക് പ്രസിഡന്റ് ട്രംപ് പോലും ഇന്ത്യയിലെ ഡെമോക്രസിയെ ഒരുപാട് പ്രകീർത്തിച്ചു എന്നാണ് പറയുന്നത്. നമ്മൾ ആ റിഫോംസ് കൊണ്ടുവരുന്നുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ റിഫോംസ് എങ്ങനെ നമുക്ക് കൂടുതൽ ആൾക്കാരെ പങ്കെടുപ്പിക്കാൻ പറ്റും? മറ്റൊന്ന്, ജനസംഖ്യയിൽ മുതിർന്നവരുടെ കാര്യം പറഞ്ഞല്ലോ, അത് വളരെ ശരിയാണ്. 2035 ആകുമ്പോൾ, ഇനി അടുത്ത 10 വർഷം കഴിയുമ്പോൾ നമ്മുടെ ജനസംഖ്യയിൽ പകുതിയിലേറെ ആൾക്കാർ 50 വയസ്സിന് മുകളിലുള്ളവരായിരിക്കും.
എന്ന് പറഞ്ഞാൽ എത്ര പേരാണ് സീനിയർ സിറ്റിസൺസ്? ഇപ്പോൾ തന്നെ 20% 5-ൽ ഒരാൾ. അത് കറക്റ്റാണ്. ഇനി അത് കുറച്ചുകൂടെ കഴിയുമ്പോൾ 1/3 ആവും. അപ്പോൾ അത് ചുരുക്കത്തിൽ മുതിർന്നവരുടെ ഒരു സംസ്ഥാനമായി കേരളം വരികയും ഓൾഡ് ഏജ് സിറ്റിസൺസ് ആയി മാറുകയും ഇവിടെ ജോലി കിട്ടാത്തതുകൊണ്ട് എല്ലാവരും പറന്നും പുറത്തു പോവുകയും ചെയ്യുന്നു. ഈ ഒരു അവസ്ഥയിൽ പ്രൊഡക്ടിവിറ്റി കുറയും, കേരളത്തിനകത്ത് പ്രൊഡക്ടിവിറ്റി കുറയും, സുരക്ഷിതത്വം കുറയും, പിന്നെ കുടുംബത്തിനെ നോക്കാൻ ആളില്ല, പിന്നെ മോഷണം വർദ്ധിക്കും, കാരണം ഇവരെ സംരക്ഷിക്കാൻ മാർഗമില്ല, പിന്നെ ഈ മയക്കുമരുന്ന് ബാക്കി പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ ഇൻസെക്യൂരിറ്റി വർദ്ധിക്കുകയും പ്രൊഡക്ടിവിറ്റി കുറയുകയും. ചൈനയൊക്കെ ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രോബ്ലമുണ്ട്. അവരൊരു സമയത്ത് സിംഗിൾ ചൈൽഡ് നോം കൊണ്ടുവന്നു, 2 എന്നുള്ളത് സിംഗിളാക്കി, അത് നിർബന്ധമാക്കി ശിക്ഷ വരെ തുടങ്ങി, സാമ്പത്തിക ശിക്ഷയും മറ്റും. അതിനുശേഷം കുടുംബങ്ങളെല്ലാം സിംഗിൾ ചൈൽഡിലായി അടുത്ത തലമുറ അതും വേണ്ടെന്നായി. ഇപ്പോൾ ഗവൺമെൻറ് പറയുന്നു വേണ്ട, 2 കുട്ടികളാകാം. പക്ഷെ ആര് കേൾക്കും? ഒരു നയം കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആ നയം അങ്ങ് പിടിച്ചു പോയാൽ അതിനെ റിവേഴ്സ് ചെയ്യാൻ പാടാണ്. ഇപ്പോൾ ചൈന ഫേസ് ചെയ്യുന്നൊരു പ്രോബ്ലം, ചൈനയുടെ ശരാശരി ഏജ് 40-നെടുത്തെത്തി, 39 കഴിഞ്ഞിരിക്കുന്നു. ഇന്ത്യയുടെ ശരാശരി ഏജ് 27 എന്തോ ആണ്. പക്ഷേ കേരളത്തിലെ ശരാശരി വളരെ കൂടുതലാണ്, ചൈനയോട് അടുത്ത് വരികയാണ്. അപ്പോൾ അങ്ങനെ ചുരുക്കത്തിൽ നല്ലൊരു ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇന്ത്യക്കുണ്ട്, കേരളത്തിനില്ല. ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഇന്ത്യക്കുണ്ട്, കേരളത്തിലില്ല. എന്നാൽ കേരളത്തിലുള്ള യൂത്തിനാണ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഹൈ. രാജ്യത്തിനകത്ത് ഉള്ള ചെറുപ്പക്കാർക്ക് ഡെമോഗ്രാഫിക് ഡിവിഡൻഡ് ഉണ്ടെങ്കിലും അവരുടെ ഇടയിൽ സാക്ഷരത, വിദ്യാഭ്യാസം, ആരോഗ്യം എന്ന കാര്യങ്ങൾ അവർ പിന്നോട്ടാണ്. ഈ വൈരുദ്ധ്യം നമ്മൾ ഇപ്പോൾ ചുരുക്കത്തിൽ ഈ 1 man 1 vote 1 value എന്നുള്ള പ്രിൻസിപ്പിളിനോടൊപ്പം വിതരണം നടത്തുമ്പോൾ പല ഘടകങ്ങൾ പരിഗണിച്ചുള്ളൊരു ഫെഡറൽ സമ്പ്രദായം വേണ്ടത്. ഈ കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്നവർക്ക് വളരെ ഉത്തരവാദിത്വമുണ്ട്, സംസ്ഥാനങ്ങൾക്ക് ഉത്തരവാദിത്വമുണ്ട്. കാരണം അൺഈവൻനെസ് ആണ് ഈ പ്രോബ്ലം ഉണ്ടാക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് പഴയ പാകിസ്ഥാൻ എന്തുകൊണ്ടാണ് തകർന്നത്? കാരണം അവർ കിഴക്കൻ മേഖലയെ വകവച്ചില്ല, ബംഗ്ലാദേശിനെ, അതെ, ഇന്നത്തെ ബംഗ്ലാദേശിനെ വകവച്ചില്ല. അവിടെ നിന്നുള്ള കാര്യങ്ങളെല്ലാം കയറ്റുമതി ചെയ്ത് വിദേശ നാണയം നേടുകയും പശ്ചിമ പാകിസ്ഥാൻ എല്ലാ രീതിയിലും വളരുകയും ചെയ്തപ്പോൾ ഈ മേഖലയെ തഴഞ്ഞു. പാർലമെന്റ് സീറ്റും കൂടുതലുണ്ടായിരുന്നു അവർക്കുണ്ടായിരുന്നു. അന്ന് ഭൂട്ടോ ഒന്ന് മാറി നിന്നിരുന്നെങ്കിൽ, ഷെയ്ഖ് മുജിബുർ റഹ്മാൻ പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇന്ന് കിഴക്കൻ പാകിസ്ഥാൻ ഒരു രാജ്യം, പ്രത്യേക രാജ്യമാവില്ലായിരുന്നു. അപ്പോൾ ഈ അൺഈവൻനെസ് ഒരുപാട് പ്രോബ്ലം ഉണ്ടാക്കും. അപ്പോൾ ഇത് ഈ ഡെവലപ്മെൻറ്റ് കൊണ്ടും അൺഈവൻനെസ് ഉണ്ടാകും, അണ്ടർ ഡെവലപ്മെൻറ്റ് കൊണ്ടും അൺഈവൻനെസ്. മറ്റൊരു ഉദാഹരണം കാനഡയാണ്. കാനഡയിൽ ഒരു സംസ്ഥാനം ഒരുപാട് പ്രോസ്പറായി, ക്യൂബക്ക്. അപ്പോൾ ഇപ്പോൾ അവർ പറഞ്ഞെന്താണ്, ഞങ്ങൾക്ക് കാനഡയിൽ നിന്ന് മാറി സ്വതന്ത്ര രാജ്യമാകണം. അപ്പോൾ 90കളിലൊക്കെ ഭയങ്കര സമരം നടന്നു. ഇപ്പോഴത് കുറച്ചൊന്ന് കെട്ടടങ്ങിയെങ്കിലും ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ക്യൂബക്ക് പറയുന്നത് ഞങ്ങൾ സ്വതന്ത്ര രാഷ്ട്രമാകാം, കാരണം ഞങ്ങളുടെ വിഭവ സമൃദ്ധയൊന്നും മറ്റു സംസ്ഥാനങ്ങളിൽ കൊടുക്കാൻ താല്പര്യമില്ല. ഇത് ശരിയല്ല. ട്രംപ് പറഞ്ഞല്ലോ കാനഡ ഒരു 51ാം സംസ്ഥാനവും ഞങ്ങൾ ഏറ്റെടുക്കാം. അപ്പോൾ കാനഡയ്ക്ക് അത്രയ്ക്കുള്ള ശക്തിയേ ഉള്ളൂ എന്ന് പറഞ്ഞ് കളിയാക്കുന്നതാണ്. ഇല്ലെങ്കിൽ കാനഡയുടെ പരമാധികാരത്തെ ചോദ്യം ചെയ്തു. പക്ഷേ അതിന് മുമ്പ് തന്നെ കാനഡയ്ക്കകത്ത് 10 സംസ്ഥാനങ്ങളും 3 യൂണിയൻ ടെറിട്ടറികളാണുള്ളത്. അതിലൊരു സ്റ്റേറ്റാണ് ക്യൂബക്ക്. ക്യൂബക്ക് 86ലും 96ലും 2 റഫറൻഡം നടത്തിയിട്ട് കഷ്ടിച്ച് 1% ഭൂരിപക്ഷത്തിലാണ്, അതായത് 49-51, ഈ വ്യത്യാസത്തിലാണ് അന്ന് സെപ്പറേറ്റിസം മാറിപ്പോയത്. തുടരാൻ തീരുമാനിച്ചു. അപ്പോൾ വികസനം കൂടിയാലും സെപ്പറേറ്റിസം വരും, വികസനം തീരെ കുറഞ്ഞാലും വരും. അപ്പോൾ ഫെഡറലിസം ഒരു ബാലൻസാണ്, നല്ലൊരു ബാലൻസാണ്. അതായത് ആവശ്യമനുസരിച്ചുള്ള പിന്തുണ കൊടുക്കുക, അതനുസരിച്ചുള്ള വളർച്ചയ്ക്കുള്ള സാഹചര്യം കൊടുക്കുക. ഇപ്പോൾ കേരളം ഒരു നോളജ് എക്കോണമി ആവണമെന്നുള്ളത് നല്ല ഐഡിയയാണ്, സത്യമാണ്. പക്ഷേ ഈ നോളജ് എക്കോണമി വേണമെങ്കിൽ അതനുസരിച്ചുള്ള ചെറുപ്പക്കാരൂടെ വേണം, ക്വാളിറ്റിയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വേണം, അല്ലേ? അതനുസരിച്ചുള്ള ഇൻഫ്രാസ്ട്രക്ചർ വേണം. അതല്ലാതെ എന്നും സമരവും ചെയ്ത് കാര്യങ്ങൾ നടത്തിയാൽ പറ്റത്തില്ല. പിന്നെ അതേപോലെ ഇപ്പം പരീക്ഷാ പേപ്പറുകൾ നഷ്ടമാവുന്നു, അതിന് ഉത്തരവാദിത്വം ആരും കാണിക്കുന്നില്ല. അമിത രാഷ്ട്രീയവൽക്കരണം കാരണം ട്രേഡ് യൂണിയനെ പോലെ അധ്യാപക സംഘടനകൾ പ്രവർത്തിക്കുന്നു. അവിടെ എവിടെ വിജ്ഞാന സമൂഹം ഉണ്ടാവും? നമുക്ക് ഡീലിമിറ്റേഷനിലേക്ക് ഒന്നുകൂടെ വരാം സാർ. ഇപ്പോൾ 2026 സെൻസസ് അടിസ്ഥാനമാക്കിയാണ് അടുത്ത 31 പാർലമെന്റ് തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പ്, അതായത് ഒന്നിച്ച് നടത്തണം എന്നുള്ള ആഗ്രഹത്തിലാണല്ലോ കേന്ദ്ര സർക്കാർ ഇരുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്. അങ്ങനെയാണെങ്കിൽ കേരളത്തിൽ ഇപ്പോൾ അടുത്ത കൊല്ലം പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും, നിയമസഭ പൊതു തെരഞ്ഞെടുപ്പ് നടക്കാൻ പോകും. ആ നിയമസഭയ്ക്കുള്ള കാലാവധി 31 വരെ ആയി തീരില്ലേ? അത് 26 തിരഞ്ഞെടുപ്പ് വന്നാൽ അല്ലേ? അതെ. ആ 31 വീണ്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകേണ്ടി വരും. അതെ. അവരുടെ ഒരു കാലാവധി പൂർത്തിയാകുന്നതിന് മുമ്പ് 26 അതിന് മുമ്പ് തന്നെ ചിലപ്പോൾ വേണ്ടി വരും. കാരണം 24/5/29 അടുത്ത തെരഞ്ഞെടുപ്പ്, പൊതു തെരഞ്ഞെടുപ്പ്. 3 കൊല്ലം തികയുന്നതിന് മുമ്പ് തന്നെ. അതെ. ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്നുള്ള ആശയം വാസ്തവത്തിൽ ഫെഡറൽ ആശയത്തിന് വിരുദ്ധമാണ്. എനിക്കതിനോട് വലിയ യോജിപ്പൊന്നുമില്ല. ഞാൻ അതിനെക്കുറിച്ച് അഭിപ്രായങ്ങൾ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ്. ഓർഗാനിക്കായിട്ട് പറഞ്ഞാൽ, ജൈവികമായി പറഞ്ഞാൽ
ഇത് വിജയിക്കില്ല. എന്താ വിജയിക്കാത്ത കാരണം? രാഷ്ട്രീയത്തിനൊരു ഒറിജിനാലിറ്റി ഉണ്ട്. കാരണം ആ രാഷ്ട്രീയത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഡെവലപ്മെൻറ്റ്സ് അനുസരിച്ച് പൊളിറ്റിക്സ് മാറും. നമ്മൾ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള പല കാരണങ്ങൾ കൊണ്ട് രാഷ്ട്രീയം മാറിക്കൊണ്ട് പോകും. ഈ മാറ്റം വരുന്നത് നമുക്ക് ഒരു വ്യക്തിക്ക് പോലും പ്രതീക്ഷിക്കാൻ പറ്റാത്ത കാര്യമാണ്. കാരണം ആ ഡെവലപ്മെൻറ്റിൻ്റെ ചേഞ്ച് ഓരോ ഫാക്ടറാണ് നമ്മൾ നയിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഒരു ഗവൺമെൻറ് 5 കൊല്ലത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടാൽ 5 കൊല്ലത്തിനും വീഴില്ല എന്ന് എന്തുറപ്പുണ്ട്? എൻ്റെ ചരിത്രപരമായ അവലോകനം വെച്ച് പറഞ്ഞാൽ ഒരുറപ്പുമില്ല. മുന്നണി ഭരണം വരാം, ഇടയ്ക്ക് തമ്മിലടിക്കാം, രാഷ്ട്രീയ പാർട്ടികൾ മുന്നണിയിൽ നിന്ന് വിട്ടുപോകാം, പാർട്ടിക്കകത്ത് പിളർപ്പ് വരാം. അപ്പോൾ ഉപതെരഞ്ഞെടുപ്പ്, ഇടക്കാല തിരഞ്ഞെടുപ്പ് ഒഴിവാക്കാൻ പറ്റാത്ത അവസ്ഥ വരുമ്പോൾ 1 നേഷൻ 1 ഇലക്ഷൻ എങ്ങനെ വിജയിക്കും? ഈ സിമ്പിൾ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞാൽ മതി. ഇത് പ്രാക്ടിക്കലല്ല, പ്രായോഗികമല്ല. ഇത് പാസ്സാക്കിയൊക്കെ ചെയ്യാം. പക്ഷേ ഞാൻ ഇത് ചർച്ചകളിൽ കുട്ടികളോടൊക്കെ, പൊളിറ്റിക്കൽ സയൻസ് കുട്ടികളോടൊക്കെ സെമിനാറുകളൊക്കെ പറയും, 2035 ശേഷമേ നിങ്ങളിത് ഇവാലുവേറ്റ് ചെയ്യും. ഇപ്പോൾ ഇവാലുവേറ്റ് ചെയ്യണേ, ഇപ്പോൾ പാസ്സാക്കുക. അല്ലെങ്കിൽ പാസ്സാകുന്നതെങ്കിൽ പാസ്സായിക്കോട്ടെ. പക്ഷേ 2029 30 നടപ്പിലായി. നിങ്ങളൊരു 35 ആകുമ്പോൾ ഇതിൻ്റെ ഒരു വിലയിരുത്തൽ പറയൂ. കാരണം 1 നേഷൻ 1 ഇലക്ഷൻ സക്സസ്ഫുൾ ആവില്ല. ഇതിൻ്റെ ഗുണം ദേശീയ പാർട്ടികളായ കോൺഗ്രസിനും BJPക്കും ആണ്. കാരണം ഏറ്റവും വലിയ പാർട്ടികൾക്ക് അതിൻ്റെ ഗുണം കിട്ടുള്ളൂ, ചെറിയ പാർട്ടികൾക്കൊന്നും ഗുണം കിട്ടില്ല. പക്ഷേ ബലത്തിൽ തമ്മിലടി കാരണം പാർട്ടിക്കകത്ത് പിളർപ്പ് വരാം, മുന്നണികൾക്കകത്ത് ശോഷണം വരാം, തെറ്റിപ്പിരിയാം. അങ്ങനെ വരുമ്പോൾ ഇടക്കാല തിരഞ്ഞെടുപ്പ് വരാം. 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ഗവൺമെൻറ് 2 വർഷം കഴിയുമ്പോൾ കൊലാപ്സ് ആയാൽ അവിടെ മറ്റൊരു ഭരണത്തിന് സാധ്യതയില്ലെങ്കിൽ തിരഞ്ഞെടുപ്പ് ഓർഡർ ചെയ്യേണ്ടി വരും. ഇടക്കാല തിരഞ്ഞെടുപ്പ് വീണ്ടും വരും. ആ ഇടക്കാല തിരഞ്ഞെടുപ്പ് 2 കൊല്ലം 1.5 കൊല്ലം കഴിയുമ്പോൾ വീണ്ടും തെറ്റിയാൽ വീണ്ടും 1 കൊല്ലത്തേക്ക് ഒരു തിരഞ്ഞെടുപ്പ് വരും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രസിഡൻസ് റൂൾ വേണം. അപ്പോൾ പ്രസിഡൻസ് റൂൾ വരുന്നത് നല്ലതാണോ, ഇടക്കാല തിരഞ്ഞെടുപ്പ് വരുന്നത് നല്ലതാണോ? ഇത് രണ്ടും ഇന്നവിറ്റബിളാണ്. അതിൽ ഭേദം ഇടക്കാല തിരഞ്ഞെടുപ്പാണ്. അതുകൊണ്ട് തന്നെ 1 നേഷൻ 1 ഇലക്ഷൻ ആ നിലയ്ക്ക് പ്രാക്ടിക്കലല്ല. ഇത് ആരൊക്കെ ഉപദേശിച്ചു കൊടുത്തായാലും ഒരു രാഷ്ട്രതന്ത്രം പഠിക്കുന്ന ഒരാൾക്ക് ഇന്ത്യയുടെ പാർലമെൻ്ററി ചരിത്രം നോക്കിക്കഴിഞ്ഞാൽ തിരഞ്ഞെടുപ്പുകൾ അനിവാര്യമാണ്. കേരളത്തിൽ പോലും 65 ഇടക്കാല തിരഞ്ഞെടുപ്പ് വന്നില്ലേ? ആർക്കും ഭൂരിപക്ഷം കിട്ടാതെ വന്നില്ലേ? അപ്പോൾ ഇത് ഇനിയും സംഭവിച്ചൂടെ? കേരളത്തിൻ്റെ പഴയ ചരിത്രം നോക്കിയാട്ടെ. തിരുവാങ്കൂർ, കൊച്ചിയിൽ 3 വർഷത്തിനിടയ്ക്ക് 6 ഗവൺമെൻറ് അല്ലേ? അപ്പോൾ മുഴുവൻ ഭൂരിപക്ഷം ഉണ്ടായിട്ട് പോലും ഗവൺമെൻറ് പരാജയപ്പെട്ട പട്ടനാടുള്ള 48 ഗവൺമെൻറ് ഉണ്ട് അല്ലേ? 108 സീറ്റിൽ 106 സീറ്റ് കിട്ടിയ പട്ടനാടുള്ള ഗവൺമെൻറ്, കോൺഗ്രസ് ഗവൺമെൻറ് 6 മാസം കൊണ്ട് പൊളിച്ചു. ഇപ്പോൾ രാഷ്ട്രീയത്തിൽ പൊളിയലും മാറ്റമൊക്കെ ഇന്നവിറ്റബിളാണ്. അതനുസരിച്ച് ഒന്നുകിൽ പുതിയ കോalition വരണം, അതല്ലെങ്കിൽ നിവൃത്തിയില്ലെങ്കിൽ പുതിയ ഇലക്ഷൻ വരണം. അപ്പോൾ ചുരുക്കത്തിൽ ഇടക്കാല തിരഞ്ഞെടുപ്പ് ഭരണഘടനയിൽ ബാൻ ചെയ്യാൻ പറ്റില്ല. നിങ്ങളത് ബാൻ ചെയ്യണമെങ്കിൽ അവിടെ പ്രസിഡൻസ് റൂൾ വരണം. പ്രസിഡൻസ് റൂളാണ് ഡെമോക്രസിയെ റീപ്ലേസ് ചെയ്യണമെങ്കിൽ അത് ഡെമോക്രസി അല്ല, ഡിക്റ്റേറ്റർഷിപ്പാണ്. അപ്പോൾ ഇലക്ഷൻസാണ് ഡെമോക്രസിക്ക് ജീവവായു നൽകുന്നത്. അപ്പോൾ ആ നിലയ്ക്ക് ഈ മണ്ഡല പുനർനിർണ്ണയവും ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പുമായി നേരിട്ട് ബന്ധമില്ലെങ്കിലും മണ്ഡല പുനർനിർണ്ണയത്തിൽ വരുന്ന ഇഷ്യൂസ് കൂടുതൽ ഫെഡറൽ ക്യാരക്ടർ ഉള്ളതാണ്. അതുകൊണ്ട് സംസ്ഥാനങ്ങളെ ഏകോപിച്ച് സഹകരണാത്മകമായി കൊണ്ടുപോയി വളർച്ചയുടെ കാര്യത്തിൽ അവരുടെ വ്യത്യസ്ത സാഹചര്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് ആവശ്യമുള്ളത് കൊടുക്കും. ഇപ്പോൾ ജാർഖണ്ഡിലെ ആവശ്യം കേരളമായിട്ട് ഒരു ബന്ധവുമില്ല അല്ലേ? ഉത്തരാഖണ്ഡിൻ്റെ ആവശ്യവും രാജസ്ഥാൻ്റെ ആവശ്യവും തമ്മിൽ ഒരു ബന്ധവുമില്ല. ജമ്മു കാശ്മീരിൻ്റെ ആവശ്യമായിട്ട് ബന്ധമില്ല. അപ്പോൾ ജമ്മു കാശ്മീരിൻ്റെ അകത്തുള്ള ടെറിട്ടറികൾ നാളെ ഒന്നായി ഒരു സ്റ്റേറ്റ് ആയിക്കൂടാന്നില്ല. കാരണം കേന്ദ്ര ഗവൺമെൻറ് അങ്ങനെ സുപ്രീം കോടതിയിലൊരു വാക്ക് പറയുന്നുണ്ട്, ഭാവിയിൽ സമാധാനം പുലർന്നാൽ JNKക്ക് സംസ്ഥാനം രൂപീകരിക്കാൻ ഞങ്ങൾ എതിരില്ല. പക്ഷേ ലഡാക്ക് യൂണിയൻ ടെറിട്ടറിയായി തന്നെ നിൽക്കും. അപ്പോൾ ഇന്ത്യയിലെ പോലെ ഇത്രയും വലിയ സ്റ്റേറ്റ്, ഞാൻ പൊളിറ്റിക്കൽ സയൻസ് ക്ലാസ്സിൽ പറയും, നമുക്കൊരുപാട് സംസ്ഥാനങ്ങൾ ഉണ്ടാകുമെന്ന്. അത് 14 സംസ്ഥാനങ്ങളായപ്പോൾ തൊട്ട് പറഞ്ഞാണ്, 18 ആയപ്പോൾ ഉറപ്പിച്ച് പറഞ്ഞു, 29 എത്തി, ഇപ്പോൾ വീണ്ടും 28ആയി. ഇനിയും അടുത്തൊരു 10 വർഷം കൊണ്ട് 2 സ്റ്റേറ്റെങ്കിലും വരും. അങ്ങനെ 30 എത്തും. അപ്പോൾ ഈ 30 എത്തുമ്പോൾ ഈ പോപ്പുലേഷൻ ബാലൻസ് മാത്രം കൗണ്ട് ചെയ്യാതെ ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ് കൗണ്ട് ചെയ്യണം. ആ ഡെവലപ്മെൻറ്റ് ഫാക്ടേഴ്സ് കൗണ്ട് ചെയ്താൽ മാത്രമേ സംസ്ഥാനങ്ങൾ തമ്മിൽ ഏതാണ്ടൊരു ഏകോപിച്ചുള്ള വളർച്ച, അതായത് വളർന്നു വരുമ്പോൾ ഓരോ പശ്ചാത്തലത്തിൽ കേരള ഹാസ് എഡ്യൂക്കേഷൻ, ഫൈൻ. തമിഴ്നാട് സേ വി ഹാവ് ഇൻഡസ്ട്രി, ഫൈൻ. അങ്ങനെ ഓരോരോ സംസ്ഥാനം, കേരളത്തിനകത്ത് ഹെൽത്തിന് ഇമ്പോർട്ടൻസ് വന്നു, നല്ല കാര്യം. അപ്പോൾ ഇവിടെ കൂടുതൽ ഹെൽത്ത് ഇൻഡസ്ട്രി ഡെവലപ്പ് ചെയ്യട്ടെ, കൂടുതൽ ഹോസ്പിറ്റൽസ് വരട്ടെ, മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് ആൾക്കാർ ഇവിടെ ചികിത്സയ്ക്ക് വരട്ടെ, മറ്റ് രാജ്യങ്ങളിൽ നിന്ന് വരട്ടെ. ഇന്നത്തെ ഗ്ലോബലൈസ്ഡ് വേൾഡിൽ സംസ്ഥാനങ്ങൾ തമ്മിൽ മത്സരിക്കാം, അവർക്ക് തന്നെ വിദേശ രാജ്യങ്ങളുമായി അത്യാവശ്യം വാണിജ്യ ഇടപാടുകൾ നടത്താം, വിദേശ നാണയം നേടിക്കൊടുക്കാൻ സഹായിക്കാം. അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഓപ്പണായി കമ്പോളത്തിന് തന്നെ മത്സരിക്കാൻ പറ്റുന്നൊരു സാഹചര്യത്തിൽ എല്ലാ സംസ്ഥാനങ്ങളെയും ഒരുമിച്ച് കൊണ്ടുപോകുന്നല്ലേ നല്ലത്? തീർച്ചയായിട്ടും. സാർ, ഒരു സംശയം കൂടെ ശേഷിക്കുന്നത്, അതായത് ജനപ്രതിനിധി എന്നാണ് എപ്പോഴും പറയുന്നത്. ഇപ്പോൾ കേരളത്തിലെ ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലുള്ള MP-മാർ, പക്ഷേ വോട്ടർമാരുടെ അടിസ്ഥാനത്തിലാണല്ലോ വോട്ട് തീരുമാനം എടുക്കുന്നത്. ജനസംഖ്യ
ഇപ്പോൾ ഇന്ത്യയിലെ 140 കോടിയിലേറെ ജനങ്ങളുണ്ട്. 98 കോടി വോട്ടർമാരുണ്ടായിരുന്നു. 98 കോടി വോട്ടർമാരിൽ 60% വോട്ട് ചെയ്തുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ജനപ്രതിനിധി എന്ന് പറയുന്നതോ വോട്ടർമാരുടെ പ്രതിനിധി എന്ന് പറയുന്നതോ വോട്ട് ചെയ്തവരുടെ പ്രതിനിധി എന്ന് പറയുന്നു. നമ്മുടെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായത്തിൻ്റെ ഒരു പരിമിതിയാണ്. നമ്മുടെ ഈ സമ്പ്രദായത്തെ പറയുന്നത് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം എന്നാണ്. ബ്രിട്ടീഷ് പാറ്റേണാണ് ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റം. കുതിരപ്പന്തയത്തിൽ ഏറ്റവും ആദ്യം കടക്കുന്ന ഒരു പോള് കടക്കുന്ന നിശ്ചിത പോസ്റ്റ് കടക്കുന്ന കുതിരയാണ് ജയിക്കുന്നത്. തൊട്ടുപിറകിൽ ചെറിയ വ്യത്യാസത്തിൽ അടുത്തയാൾ വരും, അതിൻ്റെ അടുത്തയാൾ പുറകെ വരും. ഇത് തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് പാസ്റ്റ് പോസ്റ്റ് സിസ്റ്റത്തിൽ ഇലക്ഷനിൽ സംഭവിക്കുന്നത്. ജയിക്കുന്ന സ്ഥാനാർത്ഥിക്ക് ചിലപ്പോൾ 27% വോട്ടായിരിക്കും. തൊട്ട് പുറകിലുള്ള ഒരാൾക്ക് 25 ഉണ്ടാകും, മറ്റൊരാൾക്ക് 20 ഉണ്ടാകും. അപ്പോൾ ഇത് മൂന്നും കൂടെ കൂടുമ്പോൾ തന്നെ 78-80 ആയി. മറ്റൊരാൾക്കൊരു 15 ഉണ്ടാകും. പക്ഷേ ഇതിനെ ഓവർകം ചെയ്യണമെങ്കിൽ നമ്മൾ കൂടുതൽ കോംപ്ലക്സ് ആയൊരു സമ്പ്രദായത്തിൽ പോകണം. അതിനെ പറയുന്നത് പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം എന്നാണ്. അത് PR എന്നാണ്, പ്രൊപ്പോർഷണൽ റെപ്രസെൻറ്റേഷൻ സിസ്റ്റം. ആ സിസ്റ്റം അനുസരിച്ച് ജനസംഖ്യ അടിസ്ഥാനത്തിൽ സീറ്റുകളെ മാറ്റാം. ആ സീറ്റുകൾ മാറ്റി അവിടെ നിന്ന് ജയിക്കുന്ന സ്ഥാനാർത്ഥികൾ ഇലക്ഷനുമായിട്ട് ഇല്ലെങ്കിൽ നമ്പർ ഓഫ് വോട്ടേഴ്സും നമ്പർ ഓഫ് സീറ്റ്സും തമ്മിലൊരു ബാലൻസ് വരും. അതാണ് ഇപ്പോൾ വോട്ട് ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ വോട്ട് കിട്ടും, വോട്ട് ചെയ്യാനുള്ള അവസരം കിട്ടും. അപ്പോൾ ജയിക്കുന്ന പാർട്ടികൾക്കും അത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട് വരും. പക്ഷേ ഇന്ത്യയിലെ നിരക്ഷരതയും ഇപ്പോഴും 20% സാക്ഷരതയല്ല. ഇന്ത്യയിലെ ഇലക്ട്രൽ പ്രോസസ്സിലെ കോംപ്ലക്സിറ്റിയൊക്കെ വെച്ച് നോക്കുമ്പോൾ ജർമ്മനിയിലും ഫ്രാൻസിലും മറ്റ് ചില രാജ്യങ്ങളിലൊക്കെ നടത്തിയതുപോലെ PR സിസ്റ്റം കൊണ്ടുവരാൻ എളുപ്പമല്ല. ഇതല്ലെങ്കിൽ നമുക്ക് ചെയ്യാവുന്നത് സ്ഥാനാർത്ഥികൾക്ക് നിർബന്ധിതമായിട്ട് നിങ്ങൾ മുന്നണി സമ്പ്രദായത്തിൽ പോയി 2 സ്ഥാനാർത്ഥികളെ പാടുള്ളൂ, 3 സ്ഥാനാർത്ഥികളെ അത് നടപ്പിലാകാനും വിഷമമാണ്. ഞാനിത് മുമ്പ് ഇതിനെക്കുറിച്ച് ലേഖനം എഴുതിയപ്പോൾ പഴയ കാലത്ത് 2000-ൻ്റെ ആദ്യകാലത്തൊക്കെ ഫ്രാൻസിലൊരു സമ്പ്രദായം ഡീഗോൾ കൊണ്ടുവന്നു. അത് ഒരർത്ഥത്തിൽ നല്ലതാണ്, പക്ഷേ തിരഞ്ഞെടുപ്പ് ചിലവുണ്ട്. ആദ്യത്തെ ഞായറാഴ്ച ഇലക്ഷൻ നടക്കട്ടെ, അന്ന് അപ്പന എല്ലാവരും മത്സരിക്കാം, എത്ര സ്ഥാനാർത്ഥി വേണമെങ്കിലും മത്സരിക്കാം, എല്ലാ പാർട്ടികളും മത്സരിക്കട്ടെ. പക്ഷേ അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ ആകെ വോട്ടേഴ്സിൻ്റെ ആ മണ്ഡലത്തിൽ 50%-ലേറെ വോട്ട് കിട്ടിയ ആൾ മാത്രമേ ജയിച്ചതായിട്ട് പ്രഖ്യാപിക്കൂ. 10% ജയിച്ചു പോകും. പക്ഷേ 90% റീ ഇലക്ഷൻ വേണം. ആണ് അതിൻ്റെ അടുത്ത ഞായറാഴ്ച. ആ അടുത്ത ഞായറാഴ്ച എത്തുമ്പോൾ ഏറ്റവും മുമ്പിൽ വന്ന 2 സ്ഥാനാർത്ഥികളെ പിന്നെ നിൽക്കാവുള്ളൂ, ബാക്കിയുള്ളവർ മാറിക്കൊടുക്കും. അപ്പോൾ ഇന്നവിറ്റബിളി ജയിച്ച സ്ഥാനാർത്ഥിക്ക് 50% കൂടുതൽ കിട്ടും. അതാണ് ഫ്രാൻസിലായിട്ട്. അതിന് 2 റൗണ്ട്സ് ഓഫ് ഇലക്ഷനാണ്. പക്ഷേ 2 റൗണ്ട്സിന് ചിലവ് കൂടും. നമുക്ക് 1 റൗണ്ട് പോലും കൊണ്ടുപോകാൻ പറ്റും. അതല്ലെങ്കിൽ ജർമ്മൻ സിസ്റ്റമായ പ്രൊപ്പോർഷൻ റെപ്രസെൻറ്റേഷൻ കൊണ്ടുവരണം. ഇത് രണ്ടും ഏത് വേണമെങ്കിലും നമുക്ക് ഭാവിയിൽ ആലോചിക്കാം. അപ്പോൾ ചുരുക്കത്തിൽ നമ്മുടെ ഈ സമ്പ്രദായത്തിലെ പരിമിതി ജനാധിപത്യത്തിൽ നമ്മൾ വന്നപ്പോൾ, ഈ സമ്പ്രദായം വന്നപ്പോൾ നമുക്കറിയാം, ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ നെഹ്റുവിന് പോലും 45% വോട്ടേ അന്നത്തെ കോൺഗ്രസിന് കിട്ടിയുള്ളൂ. ഇന്ദിരാഗാന്ധി മരിച്ചതിന് ശേഷമുള്ള ഇലക്ഷനിലാണ് രാജീവ് ഗാന്ധിക്ക് 49%. പിന്നെ അതിന് മുമ്പ് കിട്ടിയിട്ടില്ല, അതിന് ശേഷവും കിട്ടിയിട്ടില്ല. ഇതൊരു ഡെമോക്രസിയിലെ ഒരു പരിമിതിയാണ്. പ്രത്യേകിച്ച് ഒരു മൾട്ടി പാർട്ടി സിസ്റ്റം ഉള്ളപ്പോൾ നമുക്ക് മൾട്ടി പാർട്ടി സിസ്റ്റം അല്ലേ പാടുള്ളൂ. തീർച്ചയായും. ഇത് പറഞ്ഞപ്പോൾ മറ്റൊരു ഉദാഹരണം എൻ്റെ മനസ്സിൽ വരുന്നു. ഇന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ കണക്കനുസരിച്ച് 6 ദേശീയ പാർട്ടികളുണ്ട്, അനവധി സംസ്ഥാന പാർട്ടികളുണ്ട്, പിന്നെ രജിസ്റ്റേർഡ് പാർട്ടീസുണ്ട്. ഈ 6 ദേശീയ പാർട്ടികൾ എടുത്താൽ വാസ്തവത്തിൽ BJPയും കോൺഗ്രസും കഴിഞ്ഞാൽ ബാക്കി 4 വലിയ പ്രസക്തിയുള്ള പാർട്ടികളല്ല ദേശീയ തലത്തിൽ. അറിയാമല്ലോ, ഇപ്പോൾ നാഗാലാൻഡിലുള്ള പാർട്ടി, നാഷണലിസ്റ്റ് പാർട്ടി, പിന്നെ ആം ആദ്മി പാർട്ടി, CPIM, BSP തീർന്നു. അല്ല, ഈ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2024 പൊതു തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി ഇലക്ഷൻ കമ്മീഷൻ ഒരു ലഘുലേഖ പുറത്തിറക്കി, അറ്റ്ലസ് എന്ന് പറഞ്ഞു. അതിൽ പറയുന്ന ഒരു കാര്യം, 52-ലെ തെരഞ്ഞെടുപ്പിൽ ദേശീയ പാർട്ടികളുടെ സ്ഥാനാർത്ഥികളും ജയിച്ചവരുമായിരുന്നു ഭൂരിപക്ഷമെങ്കിൽ 2024 വന്നപ്പോഴത്തേക്ക് 14% താഴെയായി. ദേശീയ പാർട്ടികളുടെ പ്രാതിനിധ്യം എന്ന് പറയുന്നത് വളരെ കുറഞ്ഞു. ഈ 6 പ്രാദേശിക കക്ഷികളുടെ എണ്ണം പ്രാതിനിധ്യം കൂടുകയും ചെയ്തു. എക്സാക്ട്ലി. അപ്പോൾ അങ്ങനെ ഒരു വലിയ മാറ്റം ഈ 75 വർഷത്തിനിടയിൽ ഉണ്ടായിട്ടുണ്ട്. അത് തന്നെ ഡിമാൻഡ് ചെയ്യുന്ന എന്താണ്? നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിന് സാരമായ പ്രശ്നങ്ങളുണ്ട്, അൺഈവൻനെസ് ഉണ്ട്, അസന്തുലിതാവസ്ഥയുണ്ട്. ഈ സാമ്പത്തിക, രാഷ്ട്രീയ, സാമൂഹിക അസന്തുലിതാവസ്ഥയാണ് ഇതിന് കാരണം. ഇത് മാറിക്കിട്ടണം. പക്ഷേ അതിൻ്റെ അർത്ഥം പ്രാദേശിക പാർട്ടികൾക്ക് റിലവൻസ് ഇല്ല എന്നല്ല, ഇതിപ്പോൾ കൂടിപ്പോയി എന്നല്ലേ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണല്ലോ ഇപ്പോൾ 240 സീറ്റിലേക്ക് BJP ഒതുങ്ങിയത് കൊണ്ട് തെലുങ്കുദേശം പാർട്ടിയും മറ്റേ ജനതാദൾ യുണൈറ്റഡുമാണ് കാര്യങ്ങൾ നേടിക്കൊണ്ടു പോകുന്നത്. അപ്പോൾ ശരിക്കും അവർ രണ്ടുപേർക്കും കാര്യങ്ങൾ കിട്ടുന്നു. അപ്പോൾ ശരിക്കും അങ്ങനെ അല്ലല്ലോ വരേണ്ടത്, ദേശീയ പാർട്ടികളല്ലേ വരേണ്ടത്. CPI ഇന്നൊരു ദേശീയ പാർട്ടിയല്ല,
CPM കഷ്ടിച്ചാണ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആപ്പ് ഒരു ദേശീയ പാർട്ടിയാണെന്ന് പറഞ്ഞാൽ അതിന് എന്ത് റിലവൻസാണ് ഉള്ളത്? BSPക്ക് റിലവൻസ് എന്താ ഉള്ളത്? നാഗാലാൻഡിലുള്ള നാഷണൽ പാർട്ടിക്ക് എന്ത് റിലവൻസാണ് ഉള്ളത്? NPP, നാഷണലിസ്റ്റ് പീപ്പിൾസ് പാർട്ടി, ആം ആദ്മി പാർട്ടി, BSP, ഇതൊക്കെയാണ് CPM, ഇതൊക്കെയാണ് ദേശീയ പാർട്ടികൾ. പിന്നെ ഉള്ള ദേശീയ പാർട്ടികളാണ് കോൺഗ്രസും BJP. അപ്പോൾ ഇത് തന്നെ നമ്മുടെ ഫെഡറൽ സിസ്റ്റത്തിൻ്റെ ഇൽബാലൻസ് ആണ് കാണിക്കുന്നത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങനെ ഒരു പഠനം നടത്തിയത് നന്നായി. കാരണം ദേശീയ പാർട്ടികളുടെ ശക്തി കുറയുന്നു ഇല്ലേ, അതല്ലേ കാണിക്കുന്നത്. ഇതിപ്പോൾ ഒരു 84-ലെ തെരഞ്ഞെടുപ്പ് ഓർക്കുകയാണെങ്കിൽ അന്ന് കോൺഗ്രസ് പാർട്ടിക്ക് 404 സീറ്റ് കിട്ടി. അന്ന് മുഖ്യ പ്രതിപക്ഷമായി ആരും വന്നില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ സീറ്റ് കിട്ടിയത് തെലുങ്ക് ദേശത്ത് 35 സീറ്റ്. ഇപ്പോൾ 404 സീറ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത പാർട്ടി 35 സീറ്റ്. അപ്പോൾ ചുരുക്കത്തിൽ ഈ ഇൽബാലൻസ് നമുക്ക് എപ്പോഴും ഉണ്ട്. പക്ഷേ നമ്മളിതിനെ കറക്റ്റ് ചെയ്യാനുള്ള ഏറ്റവും നല്ല സമ്പ്രദായം ഫെഡറൽ സമ്പ്രദായവും മുന്നണി രാഷ്ട്രീയവും. അപ്പോൾ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ആസ്പദമാക്കി ഇലക്ഷൻ കമ്മീഷൻ തന്നെ പ്രസിദ്ധീകരിച്ച അറ്റ്ലസിൽ പറയുന്ന ഒരു കാര്യം, ഏറ്റവും കുറവ് വോട്ടർമാരുള്ള 100 സീറ്റിൽ 13-ലധികം സീറ്റുകൾ കേരളത്തിൽ നിന്നാണ്. അതായത് 11 മുതൽ 13 ലക്ഷം വരെ വോട്ടർമാരുള്ളതാണ് അവർ കുറഞ്ഞ കുറഞ്ഞ മണ്ഡലമായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തന്നെ കേരളത്തിന്റെ ഒരു ഭാവി, കേരളത്തിന്റെ ഒരു ദേശീയ തലത്തിലുള്ള റെപ്രസെന്റേഷൻ ഒക്കെ വളരെ കുറയാൻ പോകുന്നു, അല്ലെങ്കിൽ അതിനാളില്ല എന്നൊരു സാഹചര്യം വരുത്തില്ല. ഇത് ഞാൻ ഇതിനോട് ഒരു പരിധിവരെ യോജിക്കുന്നു. കേരളത്തിൻ്റെ ഈ പ്രശ്നം പണ്ടും ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെ തമിഴ്നാടിൻ്റെ വലിയൊരു വ്യത്യാസമുള്ളത്, തമിഴ്നാട്ടിൽ ശക്തമായ റീജിയണൽ പാർട്ടീസ് ഉണ്ടായി. അതുകൊണ്ട് അവർക്ക് കേന്ദ്രത്തിൽ ബഹളമുണ്ടാക്കാനും അത്യാവശ്യ കാര്യങ്ങളിൽ സ്വാധീനിക്കാനുമുള്ള കഴിവുണ്ടായി. അത് DMK ആയാലും ADMK ആയാലും അണ്ണാദുരൈ ആയാലും കരുണാനിധി ആയാലും MG രാമേന്ദ്രൻ ആയാലും ജയലളിത ആയാലും അവർ റീജിയണൽ ഫോഴ്സസിനെ ശക്തിപ്പെടുത്തി ഡൽഹിയിലേക്ക് ഈ മുട്ടുവിൻ തുറക്കപ്പെടുമെന്ന് പറയുന്ന പോലെ ശക്തമായി വാദിക്കാൻ കഴിയും. കേരളത്തിലെ പ്രധാന ഡിലമ എന്താണ്? ദേശീയ പാർട്ടികളും ശക്തമല്ല, സംസ്ഥാന പാർട്ടികളും ശക്തമല്ല. എൻ്റെ ഒരു തിയറി, കേരളത്തിൽ സംസ്ഥാന പാർട്ടികളേ ഇല്ല. വി ഹാവ് സബ് റീജിയണൽ പാർട്ടീസ്. റീജിയണൽ പാർട്ടീസ് ഇല്ല, സബ് റീജിയണൽ പാർട്ടീസാണ് ഉള്ളത്. ഏതെങ്കിലും ഒരു റീജിയണൽ പാർട്ടി ഉണ്ടെന്ന് പറയാമെങ്കിൽ അതൊരു ദേശീയ പാർട്ടിയായ CPM ആണ്. കാരണം കേരളത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പറയുന്ന ആരാണ്? CPM അല്ലേ? അതേസമയം കോൺഗ്രസിൻ്റെ ശക്തി എത്രയോ കാലമായി ക്ഷയിച്ചു വരുന്നു. മാത്രമല്ല കോൺഗ്രസ് നിലനിൽക്കുന്നത് തന്നെ സഖ്യകക്ഷികളുടെ ബലത്തിലാണ്. പിന്നെ BJP ആണെങ്കിൽ 2% നിന്ന് ഇപ്പോൾ 20% വരെ എത്തി. ഇനി കൂടുതൽ ഈ BJPയും കൂടി വളരുന്നൊരു സാഹചര്യം വരുമ്പോൾ അതിൻ്റെ ഫലമായിട്ട് ദേശീയ പാർട്ടികളുടെ റിലവൻസ് മറ്റൊരു രീതിയിൽ മാറും. അപ്പോൾ ഈ കോമ്പിനേഷൻ മാറും. നമുക്ക് ഇത് രാഷ്ട്രീയത്തിൽ ഇന്നോവേറ്റബിളാണ്. കേരളത്തിൻ്റെ ഒരു പ്രത്യേകത, ഒന്ന് നമ്മൾ ഐദർ വി ആർ ഇൻ്റർനാഷണൽ, അതല്ലെങ്കിൽ നമ്മൾ വളരെ പരോക്കിലാണ്. നമ്മൾ നാഷണലിസ്റ്റ് ആകുന്ന അവസരങ്ങൾ കുറവാണ്. നിർഭാഗ്യപരമായിട്ട് പറയട്ടെ. ഒന്നുകിൽ നമ്മൾ ഭയങ്കര അന്തർദേശീയമാണ്, ഗൾഫാണ്, അമേരിക്കയാണ്, അന്തർദേശീയമാണ്, ഐക്യരാഷ്ട്രസഭയാണ്, ഇതാണെന്ന് പറയും. ഇല്ലെങ്കിൽ സോഷ്യലിസ്റ്റാണ്, USSR ആണ്, ചൈനയാണ്, പഴയ USSR, ഇങ്ങനെയൊക്കെ പറയും. ഒരു വശത്ത് നമ്മൾ അന്തർദേശീയത പറയും, മറുവശത്ത് നമ്മൾ ജാതി, മതം, സങ്കുലിത രാഷ്ട്രീയം പറയും. ഇതല്ലാതെ കേരളം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ സാംസ്കാരിക ഭൂമികയായിട്ട് ഇതുവരെ വന്നിട്ടില്ല. അത് നമ്മുടെ ഏറ്റവും നല്ല കമ്പാരിസൺ, കോൺട്രാസ്റ്റ് തമിഴ്നാട് തന്നെയാണ്. കാരണം അവിടെ തമിഴകം എന്നുള്ള വാദത്തിലാണ് അവർ വളരുന്നത്. ഇനിയിപ്പോൾ വിജയൻ്റെ പാർട്ടി TVK ആയാലും തമിഴ് വെട്രി കച്ചി ആയാലും DMK ആയാലും ADMK ആയാലും എല്ലാം അത് പറഞ്ഞാലേ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റും. അത് പറയാത്തത് കൊണ്ടാണ് BJPക്ക് വളരാൻ കഴിയാത്തത്. 67-ന് ശേഷം കോൺഗ്രസ് തറ തൊട്ടിട്ടില്ല. നമുക്കറിയാവുന്നതാണ് 67 കോൺഗ്രസ് നിഷ്പ്രഭമായി. പിന്നീട് DMKയുടെ മേൽവിലാസത്തിലും ADMKയുടെ മേൽവിലാസത്തിലും കഷ്ടിച്ച അസംബ്ലിയിലും പാർലമെൻറ്റിലും ഒക്കെ സീറ്റുകൾ കിട്ടുന്നു എന്നല്ലാതെ അവിടെ നാഷണൽ പാർട്ടീസിന് ഒരു റിലവൻസും ഇല്ല. പക്ഷേ റീജിയണൽ പാർട്ടീസ് ഉള്ളത് ശക്തമാണ്. ഇവിടെ നമ്മൾ റീജിയണൽ, കേരള കോൺഗ്രസ് റീജിയനിലാണോ? 4 ഫാക്ഷൻസ് ഇപ്പോൾ തന്നെ ഇല്ലേ? പിന്നെ ഏതാ? മുസ്ലിം ലീഗിൻ്റെ ആൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്നോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്നൊക്കെ വിളിച്ചാലും അവർക്ക് ശക്തിയുള്ളത് മലപ്പുറത്തും ഒരു പരിധിവരെ കോഴിക്കോട്, ഇത്തിരി കാസർഗോഡും അല്ലേ ഉള്ളൂ. അതുകൊണ്ടാണ് ദാറ്റ്സ് വൈ കോൾ ദം ആസ് സബ് റീജിയണൽ പാർട്ടീസ്. റീജിയണൽ അല്ല, സബ് റീജിയണൽ. കാരണം ദേ ആർ കൺഫൈൻഡ് ടു ഡിസ്ട്രിക്ട്സ് അല്ലേ? ഇപ്പോൾ കേരള കോൺഗ്രസിന് മാണി ഗ്രൂപ്പിനാണെങ്കിൽ കുറച്ച് ഒരു 5 നിയോജകമണ്ഡലങ്ങൾ കാണും, ജോസഫിന് ഒരു 7 നിയോജകമണ്ഡലം കാണും. ഇതിനപ്പുറമൊന്നുമില്ല. മുസ്ലിം ലീഗിന് ഒരു 12 നിയോജകമണ്ഡലങ്ങൾ കാണും അല്ലേ? അതിനപ്പുറം കേരളം റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടോ? അതിനൊട്ട് ദേശീയ പാർട്ടികളായ കോൺഗ്രസിനും BJPക്കും കഴിയുന്നില്ല. താരതമ്യേന CPM ആ ജോലി ചെയ്യുന്നുണ്ട്. പക്ഷേ CPMൻ്റെ ഇപ്പോഴത്തെ പരിമിതി എന്താണ്? കേരളത്തിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡീലിമിറ്റേഷനെ തുടർന്ന് വരാൻ പോകുന്ന ഒരു പുതിയ തെരഞ്ഞെടുപ്പും പുതിയ ഇന്ത്യ അതെങ്ങനെയായിരിക്കും എന്ന് സാർ വിഭാവന ചെയ്യുന്നത്? എങ്ങനെയായിരിക്കും നിലവിലുള്ള 75 വർഷത്തെ ചരിത്രം മാറ്റിക്കൊണ്ടൊരു പുതിയ ഇന്ത്യ വരുമോ? ഒരു പുതിയ തെരഞ്ഞെടുപ്പ് 2030-31 കൂടിയുള്ള കാലത്തെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും പാർലമെൻറ്റിൽ
പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ, അതാണ് ഞാൻ നോർത്ത് ഇന്ത്യ എന്ന് ഒരിക്കലും പറയില്ല. കാരണം ഹിമാചൽ പ്രദേശ് നോർത്ത് ഇന്ത്യയിലാണ്, അതിൻ്റെ സീറ്റുകൾ കുറയും. ഉത്തരാഖണ്ഡിൻ്റെ സീറ്റുകൾ കുറയും. അതുകൊണ്ട് എല്ലാം നമുക്ക് പറയാൻ പറ്റില്ല. ഉത്തർപ്രദേശ് നോർത്ത് സൗത്ത് എന്നുള്ള ആ ഒരു ഡിവിഷനെ അർത്ഥമില്ല. പോപ്പുലേഷൻ കൂടുതലുള്ള സംസ്ഥാനങ്ങൾ പാർലമെൻറ്റിൽ കൂടുതൽ അംഗസംഖ്യ ഉണ്ടാക്കും. ആ സംസ്ഥാനങ്ങൾ തീർച്ചയായിട്ടും ഉത്തർപ്രദേശ്, ബീഹാർ, മധ്യപ്രദേശ്, രാജസ്ഥാൻ, പശ്ചിമ ബംഗാൾ, മഹാരാഷ്ട്ര, ഗുജറാത്ത്. പിന്നെ സൗത്ത് ഇന്ത്യയിലുള്ള ഈ 3 സംസ്ഥാനങ്ങളാണ്: തമിഴ്നാട്, കർണാടക, ആന്ധ്രാപ്രദേശ്. പക്ഷേ ഈ സൗത്ത് ഇന്ത്യയിലെ സ്റ്റേറ്റുകൾക്ക് സീറ്റുകൾ താരതമ്യേന കൂടാതിരിക്കുകയും ഈ നേരത്തെ പറഞ്ഞ 7 സംസ്ഥാനങ്ങൾക്ക് സീറ്റുകൾ കൂടുകയും ചെയ്യും. അങ്ങനെ ഒരു ഭൂമിക വരുമ്പോൾ ഫെഡറലിസത്തിൽ ഫ്രിക്ഷൻസ് കൂടാൻ സാധ്യതയുണ്ട്, ടെൻഷൻസ് കൂടാൻ സാധ്യത. അത് തടയണമെങ്കിൽ നീതി ആയോഗും ഫിനാൻസ് കമ്മീഷനും അറിഞ്ഞ് വിഭവ വിതരണം നടത്തണം. അത് ഗ്രാൻഡ്സ് ഇൻ എയ്ഡിൻ്റെ കാര്യമായാലും ഡെവല്യൂഷൻ ഓഫ് പവേഴ്സിൻ്റെ കാര്യത്തിൻ്റെ ആയാലും ഫണ്ട് അലോട്ട്മെൻറ്റിൻ്റെ കാര്യത്തിലായാലും അങ്ങനെ ചെയ്താൽ മാത്രമേ രാജ്യത്തിന് ഒരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അങ്ങനെ ഒരു താരതമ്യേന ഒരുമിച്ച് വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കി കൊടുക്കണം. അതനുസരിച്ച് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ച ചെയ്യാത്ത മറ്റൊരു മേഖല വളരെ വിവാദമാണ് ഭാഷയുടെ പ്രശ്നം. അതും നമ്മളൊരു ഡൈവേഴ്സ് കൺട്രിയാണ്. ഈ ഡൈവേഴ്സ് കൺട്രിയിൽ സംസ്ഥാനങ്ങൾക്ക് ഭാഷകളുണ്ട്, അത് നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടി വരും, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ ദേശീയ വിദ്യാഭ്യാസ നയത്തിൽ സ്റ്റാലിൻ പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. കാരണം ദേശീയ വിദ്യാഭ്യാസ നയം ഹിന്ദി അടിച്ചേൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് വസ്തുത. പ്രാദേശിക ഭാഷകൾക്ക് പ്രൊമോഷൻ വേണമെന്നാണ് അത് പറയുന്നത്. ആ മദർ ടങ്ങിൽ പഠിച്ചാലേ, മാതൃഭാഷയെ പഠിച്ചാലേ വിദ്യാഭ്യാസം വിജയിക്കുള്ളൂ. സംസ്ഥാന ഭാഷയെ പഠിച്ചോളാനും അനുവാദം കൊടുത്തിട്ടുണ്ട്. പിന്നെ ബന്ധഭാഷയായി ഇംഗ്ലീഷും ഹിന്ദിയും നിൽക്കുന്നുണ്ട്. ലിങ്ക് ലാംഗ്വേജ് ആയിട്ട് വലത്തിൽ ഇംഗ്ലീഷും പിന്നീട് ഹിന്ദിയും നിൽക്കുന്നുണ്ട്. എന്നല്ലാതെ തമിഴ്നാട് പറയുന്ന പോലെ ഹിന്ദി അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് ദേശീയ വിദ്യാഭ്യാസ നയം എന്ന് പറയുന്നത്. ഒന്നുകിൽ വിദ്യാഭ്യാസ നയം നേരത്തെ പഠിച്ചിട്ടില്ല, അതല്ലെങ്കിൽ അവർക്ക് ഇത് പറഞ്ഞ് രാഷ്ട്രീയപരമായി മറ്റൊരു വിലപേശലിന് വഴിയുണ്ടാക്കണം. അതാണ് അതിൻ്റെ കാരണം. അപ്പോൾ ചുരുക്കത്തിൽ 2031 ആകുമ്പോൾ ഈ ഫ്രിക്ഷൻ പോയിൻറ്റ്സ് ഫെഡറലിസത്തിൽ കൂടും. അത് കുറയ്ക്കണമെങ്കിൽ പാർലമെൻറ്റിലല്ല തീരുമാനങ്ങൾ കൂടുതൽ വരേണ്ടത്. നിയമനിർമ്മാണ സഭയാണ് നിയമം ഉണ്ടാക്കേണ്ടത്, സമ്മതിച്ചു. പക്ഷേ രാഷ്ട്രീയ പാർട്ടികൾ എടുക്കുന്ന തീരുമാനമനുസരിച്ച് വോട്ട് നടക്കുമല്ലോ. അപ്പോൾ ഏത് സ്റ്റേറ്റിൽ നിന്ന് വരുന്നതല്ല, ഏത് പാർട്ടിയാണ് എങ്ങനെ വോട്ട് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് ഫിനാൻസ് കമ്മീഷനും നീതി ആയോഗം സംസ്ഥാനങ്ങൾക്ക് അവർക്ക് അനുസൃതമായ ആവശ്യങ്ങളനുസരിച്ച് റിസോഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണം. എന്നാൽ ഫെഡറൽ സിസ്റ്റം വിജയിക്കുകയും ഫ്രിക്ഷൻ പോയിൻറ്റ്സ് കുറയുകയും ചെയ്യും. ഏത് ഫെഡറൽ സിസ്റ്റം വിജയിക്കുന്നതിനും ഇത്തരം നയവ്യതിയാനം അത്യാവശ്യമാണ്. താങ്ക് യു സർ. താങ്ക് യു വെരി മച്ച്.